ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് ആൽക്കഹോൾ, ഫിനോൾ, ഈതർ. അതില് ആൽക്കഹോളിന്റെ പ്രിപ്പറേഷൻ എടുത്തു, ഫിനോളിന്റെ പ്രിപ്പറേഷൻ എടുത്തു. ഫസ്റ്റ് ക്ലാസ് ആണ്. ഓൺലൈൻ ഉണ്ടായിരുന്നോ? ഇല്ലില്ല, ഫസ്റ്റ് ആണ് അല്ലേ? ഓർത്തോക്കെ. ഏത് സ്കൂളാ? അസീസി. എവിടെ വരെ എടുത്തു സ്കൂളില്? ആണോ? ഫസ്റ്റ് ചാപ്റ്റർ ഏതാ എടുത്തത്? ആണോ? അത് തന്നെ എടുത്തു. അതിൽ ഫുൾ എടുത്തു അല്ലേ? ലാന്തറൽ കോൺട്രാക്ഷൻ, ആക്ടറൽ കോൺട്രാക്ഷൻ ലാസ്റ്റ് വരെ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ആ ചാപ്റ്റർ എത്തുമ്പോൾ നമ്മൾ കുറച്ച് സമയം എടുക്കും. സ്കൂൾ എക്സാം ആണെങ്കിൽ അതിന് മുമ്പ് പറയണം കേട്ടോ. ഓക്കെ. നമ്മളിപ്പോ ഇവിടെ ചെയ്തേക്കുന്നത് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, അത് കഴിഞ്ഞ് ഹാലോ ആൽക്കീൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, ദെൻ ആൽക്കഹോൾ, ഫിനോൾ. അത്രയായി. പക്ഷെ അത് റീക്യാപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ആദ്യം വീഡിയോസ് അതൊക്കെ തരും, അങ്ങനെ പറയാം. ദെൻ ഫസ്റ്റ് ക്ലാസ് ആണ്. ഏത് സ്കൂളാ? ഏത് പോർഷൻ എടുത്തിട്ടുണ്ട് അവിടെ? സൊല്യൂഷൻ കഴിഞ്ഞു. ഓക്കെ. നമ്മളിപ്പോ ആൽക്കഹോൾ, ഫിനോൾ, ഈതർ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ മിഡിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് കൺവേ ചെയ്യുമ്പോൾ ഇത്തിരി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് റീക്യാപ്പ് ചെയ്യാം കേട്ടോ, പറഞ്ഞുതരാം കേട്ടോ. കാരണം പെട്ടെന്ന് ഓർഗാനിക് കെമിസ്ട്രിയുടെ ആദ്യത്തെ ഒരു ഏരിയ നിങ്ങൾ തുടങ്ങി പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകാം കേട്ടോ. ആൽക്കഹോൾ, ഫിനോൾ, ഈതർ അല്ലെ? ഇവരും കഴിഞ്ഞ ക്ലാസ്സിലല്ലേ വന്നുള്ളൂ അല്ലെ? അതിന് മുമ്പത്തെ ക്ലാസ്. ആൽക്കഹോൾ, ഫിനോൾ, ഈതർ. അതിൽ നമ്മൾ എടുത്തേക്കുന്ന കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് പറയാം. ഫസ്റ്റ് എന്തായിരുന്നു? ക്ലാസിഫിക്കേഷൻ. ഏതൊക്കെയായിരുന്നു ക്ലാസിഫിക്കേഷൻ പറഞ്ഞേ? പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. പിന്നെ എന്തൊക്കെയായിരുന്നു? അലൈലിക്, വിനൈലിക്, അരൈൽ. അത് കഴിഞ്ഞ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ. ഫസ്റ്റ് എന്തായിരുന്നു? ഫ്രം ആൽക്കീൻ. സെക്കൻഡ് ഫ്രം കാർബോണിൽ കോമ്പൗണ്ട്. തേർഡ് ഗ്രിഗനാൽ റിയേജന്റ് അല്ലെ? അത് കഴിഞ്ഞ പ്രിപ്പറേഷൻ ഓഫ് ഫിനോൾ. 4 ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ക്ലോറോബെൻസീൻ ടു ഫിനോൾ, ബെൻസീൻ ടു ഫിനോൾ, ക്യുമീൻ ടു ഫിനോൾ. അതാണ് ബെൻസീൻ അല്ലെ? ഓർത്ത് നോക്കാം. അനലിൻ ടു ഫിനോൾ. പിന്നെന്തായിരുന്നു? ക്യുമീൻ ടു ഫിനോൾ. അങ്ങനെ 4 അല്ലെ? ഓർത്ത് നോക്കാം. ഇത് കഴിഞ്ഞ ഇന്ന് നമ്മൾ എടുക്കുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എന്തായിരിക്കും? ആൽക്കഹോൾ കേട്ടോ. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കഹോൾ ആൻഡ് ഫിനോൾ ആണ്. അത് കഴിഞ്ഞ നെക്സ്റ്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കഹോൾ ആൻഡ് ഫിനോൾ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഒന്ന് എഴുതി വെച്ചോ കേട്ടോ എല്ലാവരും. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് alcohol. Physical properties of alcohol and phenol. Physical properties of alcohol and phenol. ഓർഗാനിക് കെമിസ്ട്രിയിൽ 4 ചാപ്റ്റേഴ്സ് ആണ്. ഹാലോ ആൽക്കീൻ, ആൽക്കഹോൾ അല്ലെ, ഫിനോൾ, ഈതർ, പിന്നെ വരുന്ന ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്, പിന്നെ എന്തായിരുന്നു ഒരെണ്ണം കൂടി വരും, അമീൻ. ഈ 4 ചാപ്റ്റേഴ്സിലും ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നതിൽ മെയിൻ ആയിട്ട് 3 പോയിന്റ്സുകളാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഒന്ന് എന്തായിരിക്കും ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? ഒന്ന് അതിന്റെ എന്തായിരിക്കും? ഫിസിക്കൽ അപ്പിയറൻസ് അല്ലെ? സോളിഡ് ആണോ, ലിക്വിഡ് ആണോ, ഗ്യാസ് ആണ്. പക്ഷെ ക്വസ്റ്റ്യൻസ് വരുന്നത് അടുത്ത ടോപ്പിക് മുതലാണ്. എന്തൊക്കെയായിരിക്കും? ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ്, ഡെൻസിറ്റി, സോലുബിലിറ്റി. അതിൽ ആ ഡെൻസിറ്റി എന്നൊന്നും അങ്ങനെ വരാറില്ല. മെയിൻ ആയിട്ട് ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ്, സോലുബിലിറ്റി, ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോ ആൽക്കഹോൾ, ഫിനോൾ, ഈതർ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൽ മുമ്പ് പാസ്റ്റ് ഇയർ ഈ 4 ചാപ്റ്റർ കമ്പൈൻ ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോ ഇനി നിങ്ങൾക്ക് ഈ കണ്ടന്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ 4 ചാപ്റ്ററിന് വേണ്ടിയിട്ട് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഓർഡർ നമ്മൾ ഉണ്ടാക്കും. അത് ടെക്സ്റ്റ് ബുക്കിൽ 4 ചാപ്റ്ററിൽ നിങ്ങൾ നോക്കിയാൽ കാണില്ല. അത് നമ്മൾ ഉണ്ടാക്കും. അത് വെച്ച് നിങ്ങൾക്ക് ഈ 4 ചാപ്റ്ററിലെയും ഫിസിക്കൽ പ്രോപ്പർട്ടി വെച്ചുള്ള എല്ലാ ക്വസ്റ്റനും പാക്ഡ് ആവും. കാണിച്ചു തരാം കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ അതിപ്പോ പറയുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് അവര് ബോയിലിംഗ് പോയിന്റ് ഓർഡർ, എന്നിട്ട് ഓരോ ചാപ്റ്ററിലും ബോയിലിംഗ് പോയിന്റ് ഓർഡർ ആൽക്കഹോളിന്റെ ഉണ്ടാവും. അവരുടെ ഈ ക്വസ്റ്റനിലെ ഈ ചാപ്റ്ററിൽ തന്നെ ബോയിലിംഗ് പോയിന്റ് ഓർഡർ ബാക്കിൽ നോക്കുന്ന സമയത്ത് കാർബോക്സിലിക് ആസിഡ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് അറിയോ? ഇല്ല. ആ ചാപ്റ്റർ കഴിഞ്ഞിട്ട് ആ ക്വസ്റ്റൻ വരുള്ളൂ. അത് ഇവിടെയൊക്കെ വരും. അതുകൊണ്ടാണ് ഓർഗാനിക് കെമിസ്ട്രി മിക്സിംഗ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഓർഡർ നമ്മൾ കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റൻസ് ഈസി ആവും കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഫസ്റ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ ആദ്യത്തെ പോയിന്റ് എഴുതി വെക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഹെഡിങ് ബോയിലിംഗ് പോയിന്റ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ബോയിലിംഗ് പോയിന്റ് അണ്ടർലൈൻ ചെയ്യാം. ഫിസിക്കൽ പ്രോപ്പർട്ടി ബോയിലിംഗ് പോയിന്റ് അണ്ടർലൈൻ ചെയ്യാം. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽക്കഹോൾ ആൻഡ് ഫിനോൾ. ഫസ്റ്റ് പോയിന്റ് കേട്ടോ. ബോയിലിംഗ് പോയിന്റ് അതിന്റെ അണ്ടറിൽ ഫസ്റ്റ് പോയിന്റ്. The boiling point of alcohol and phenol increases. The boiling point of alcohol and phenol increases with increases in the
with increases in the boiling point of alcohols and phenols increases with increases in the number of carbon atom. Number of carbon atom. Number of carbon atom. എന്ന് പറഞ്ഞാൽ മെത്തനോൾ, മെത്തനോളിനേക്കാളും ഹയർ ബോയിലിംഗ് പോയിന്റ് ഏതായിരിക്കും? എത്തനോൾ, എത്തനേക്കാളും പ്രൊപ്പനോൾ. അങ്ങനെ 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 കാർബൺ ചെയിൻ ഇൻക്രീസസ്, ബോയിലിംഗ് പോയിന്റ് ഓൾസോ ഇൻക്രീസസ്. കേട്ടോ, ഓർത്ത് നോക്കുക. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എഴുതി നോക്കാം. നെക്സ്റ്റ് അടുത്ത ലൈനില് in alcohols the boiling point decreases in alcohols, the boiling points decreases with increases of branching. In alcohols the boiling points decreases with increases of branching. Increases of branching in carbon chain. In carbon chain. With branching. In alcohol, the boiling point decreases with increases of branching in carbon chain. Full stop. This is because of decreases in van der Waals force. This is because of decreases in van der Waals force with decreases in surface area. This is because of decreases in van der Waals force with decreases in surface area. Decreases in surface area. ഇത് നിങ്ങൾ 11th കേട്ടിട്ടുണ്ടാവും. ബ്രാഞ്ച് ഇൻക്രീസസ്, ബോയിലിംഗ് പോയിന്റ് ഡിക്രീസസ്. ദിസ് ഇസ് ഡ്യൂ ടു ദ മോളിക്യൂൾ അറ്റൈൻ എ സ്പെറിക്കൽ ഷേപ്പ്, therefore സർഫസ് ഏരിയ ഡിക്രീസസ്. അതാണ് ടെക്സ്റ്റ് ബുക്കിൽ 11th വേർഡിങ് വന്നേക്കുന്നത്. അപ്പൊ സർഫസ് ഏരിയ അവിടെ ഡിക്രീസ് ചെയ്യും. അങ്ങനെ വന്ന സമയത്ത് ബോയിലിംഗ് പോയിന്റ് അവിടെ കുറയും. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ആയി, സെക്കൻഡ് പോയിന്റ് ആയി. ദെൻ നെക്സ്റ്റ് തേർഡ് പോയിന്റ്. The higher boiling point of alcohol, are mainly due to the presence of intermolecular hydrogen bonding. The presence of intermolecular hydrogen bonding. The presence of intermolecular hydrogen bonding. ആ intermolecular hydrogen bonding അണ്ടർലൈൻ ചെയ്യാം. നിങ്ങൾ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു വേർഡ് കേട്ടാൽ തന്നെ ആദ്യം ഓർത്ത് വെക്കേണ്ട വേർഡ് അത് വാൻ ഡെർ വാൾ ഫോഴ്സ് ആണ്. വാൻ ഡെർ വാൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളും അനദർ മോളിക്യൂളും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വാൻ ഡെർ വാൾ ഫോഴ്സ്. ആ വാൻ ഡെർ വാൾ ഫോഴ്സ് നിങ്ങൾക്ക് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഡിലീറ്റഡ് ആയിരുന്നു 11th. അവിടെ നിന്നുള്ള കണ്ടിന്യൂഷൻ ആണ്. 4 ടൈപ്പ് വാൻ ഡെർ വാൾ ഫോഴ്സ് ആണ് ഉള്ളത്. ലണ്ടൻ ഓർ ഡിസ്പെർഷൻ ഫോഴ്സ്, ദെൻ ഡൈപോൾ, ഇൻഡ്യൂസ് ഡൈപോൾ, ഹൈഡ്രജൻ ബോണ്ടിങ്. ഇങ്ങനെ 4 ടൈപ്പ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്ന് ഓർത്ത് വെക്കാം. നിങ്ങളിപ്പോ ഓക്സിജൻ ഗ്യാസ് ആണ് വൈ. എന്ത് ഓക്സിജൻ ഗ്യാസ് അല്ലേ വൈ? മീഥേൻ ഗ്യാസ് ആണ് വൈ? അങ്ങനെ ചോദിച്ചാൽ പറയേണ്ടത് ഏറ്റവും വാൻ ഡെർ വാൾ ഫോഴ്സ് കുറവുള്ളത് അതായിരിക്കും ലണ്ടൻ ഓർ ഡിസ്പെർഷൻ ഫോഴ്സ്. അത് മനസ്സിൽ ഓർത്ത് വെക്കാം. അപ്പൊ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് മീഥേൻ ഗ്യാസ് വൈ എന്ന് ചോദിച്ചാൽ എന്ത് എഴുതി വെച്ചേക്കണം? 11th പഠിപ്പിച്ചതാണ്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായിരിക്കും? ലണ്ടൻ ഓർ ഡിസ്പെർഷൻ ഫോഴ്സ്. നൈട്രജൻ ഗ്യാസ് ആണ്, എന്തുകൊണ്ടായിരിക്കും? ലണ്ടൻ ഓർ ഡിസ്പെർഷൻ ഫോഴ്സ്. അപ്പൊ എനിത്തിങ് ഗ്യാസ് എന്ന് പറയുന്ന സമയത്ത് അത് ഓർത്തു വെക്കാം. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ മെയിൻ ആയിട്ട് ഓർത്തു വെക്കേണ്ടത് ഡൈപോൾ ആണ്. ഇൻഡ്യൂസ് ഡൈപോൾ നിങ്ങളുടെ ഇതിൽ വരുന്നില്ല, എൻട്രൻസ് ഉള്ള ആൾക്കാർക്ക് ആവശ്യമുണ്ട്. ആ സമയത്ത് ആ ടൈപ്പ് ഓഫ് എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു നോക്കും. ഡൈപോൾ വരുന്നത് ഇപ്പൊ HCl, H+ ആൻഡ് Cl- ഉണ്ട്, അത് ഹൈഡ്രജൻ ബോണ്ട് വരും. അപ്പൊ ഡൈപോളില് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ആണ് ഹൈഡ്രജൻ ബോണ്ട് വരുന്നത്. ഹൈഡ്രജൻ ബോണ്ട് എവിടെയൊക്കെ വരും? ഹൈഡ്രജൻ ബോണ്ട് ഏതൊക്കെയാണ്? 3 എണ്ണമാണ്. ഹൈഡ്രജൻ ബോണ്ട് എവിടെ പഠിച്ചത് നിങ്ങൾ ഓർമ്മയുണ്ടോ? 11th 4th ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റത്തെ പേജിൽ പോയി നോക്കണം. 2 ടൈപ്പ് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. ഏതൊക്കെയാ? ഇൻട്രാമോളിക്കുലർ, ഇന്റർമോളിക്കുലർ. അപ്പോ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ 3 സ്ഥലത്തുകളാണ്
വരുന്ന NH. ഈ NH എവിടെയെങ്കിലും ഉണ്ടോ? ആ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും. ദെൻ നെക്സ്റ്റ് OH ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും. ദെൻ ഒരെണ്ണം കൂടി ഉണ്ട് അല്ലെ, FH അല്ലെങ്കിൽ HF അല്ലെ, ഓർത്ത് നോക്കുക. HCl എന്നൊക്കെ പറയില്ല, അതുപോലെ HF. ഈ 3 സ്ഥലത്ത് മാത്രം ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ നോക്കിയേ, CH3OH. ഇതെങ്ങനെയാ ഹൈഡ്രജൻ ബോണ്ട് ആവുന്നേ? ഹൈഡ്രജൻ ബോണ്ട് ആൽക്കഹോളിന്റെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ ROH അല്ലെങ്കിൽ CH3OH. ഇത് CH3OH എന്ന് പറഞ്ഞാൽ എന്താ? മെത്തനോൾ അല്ലേ. ഇത് OH ഇങ്ങനെ എഴുതും, ഉണ്ടോ? ഓർത്ത് നോക്കുക, CH3OH ആണ് അല്ലെ. എനിക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം, ഇത് മുകളിലേക്ക് എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ദെൻ അടുത്തത് എന്തായിരിക്കും? CH3OH. ഈ ഓയും വെച്ച് നമ്മളുടെ ബോണ്ടിനെ വിളിക്കുന്ന പേരെന്താ? അല്ല, ഈ ഓയും വെച്ച് നമ്മളുടെ ബോണ്ട് എന്താണ്? കോവാലൻ ബോണ്ട്. കോവാലൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഷെയറിംഗ് ആണ്. ഇത് ഹൈഡ്രജൻ ബോണ്ട് ആണോ? അല്ല. ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഇന്റർ മോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇതിനെന്താ വിളിക്കുന്നത്? കോവാലൻ ബോണ്ട്, ഷെയറിംഗ് ആയിട്ടുള്ള ബോണ്ടാണ്. അപ്പൊ ഇതൊരു മോളിക്യൂൾ ആണ്. ഇവിടെ നോക്കിയോട്ടോ, ഇതൊരു മോളിക്യൂൾ. ഈ ഓക്സിജൻ ഇതിനെ അങ്ങനെ അട്രാക്ട് ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒരു മിനിറ്റ്, ഇതിനെയല്ല കേട്ടോ, വരയ്ക്കുമ്പോ ഇപ്പുറത്താറ് എഴുതി ആദ്യം ഒന്ന് കാണിച്ചിട്ട്. ഈ ഓക്സിജൻ അടുത്ത മോളിക്യൂളിന്റെ ഹൈഡ്രജൻ അട്രാക്ട് ചെയ്യും എന്ന് പറയുമ്പോൾ ഇത് എഴുതുമ്പോൾ, ഇനി അടുത്ത് എഴുതുമ്പോൾ ഇത് ഇങ്ങനെ എഴുതേണ്ടി വരും. ഇത് CH3OH ആണോ? ഇതൊരു മോളിക്യൂളാണ്, ഇതൊരു മോളിക്യൂൾ. ഈ ഓക്സിജൻ ഈ ഹൈഡ്രജൻ അട്രാക്ട് ചെയ്യും. ഇതിനെയാണ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് വിളിക്കുന്നത്. മോളിക്യൂൾ ടു മോളിക്യൂൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഹൈഡ്രജൻ ബോണ്ട്. ഓർത്ത് വെക്കാം. ഇപ്പൊ ഞാനൊരു പേഴ്സൺ ആണ്, ഞാനൊരു മെത്തനോൾ ആണെന്ന് കരുതാം. മെത്തനോൾ ഓർത്ത് വെക്കാം. ഇയാളും ഒരു മെത്തനോൾ ആണ്. ഞങ്ങൾ കാണുമ്പോൾ ഹായ് എന്ന് പറഞ്ഞ് കൈ കൊടുക്കുന്നു എന്ന് കരുതിയിട്ട് അയാളുടെ കൈ എന്റെ കൈയാണോ? ഏതായിരിക്കും സ്ട്രോങ്? അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഈ കൈയും ഈ കൈയും തമ്മിൽ സ്ട്രോങ് ആണ് അല്ലെ, ബോണ്ടാണ്. ഇതിനെന്ത് വിളിക്കും നമ്മള്? കോവാലൻ ബോണ്ട്. ഇങ്ങനെ ഞങ്ങളെ ഷെയ്ക്ക് ഹാൻഡ് പിടിച്ച് ഹാപ്പി ആയിട്ട് പോവാണ് എന്ന് കരുതാം. എന്ന് കരുതിയിട്ട് അത് ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കണ പോലെയാണോ? ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും അല്ലെ, പുറത്തു നോക്കാം. അപ്പോ മോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയാണ് ആക്ച്വലി. ഇവിടെ ചെറിയ ഗ്യാപ്പ് ഒക്കെ ഉണ്ടാവും വരുന്നത്. അപ്പോ ഈ ഓക്സിജൻ EH, ഈ അട്രാക്ഷനെയാണ് എന്ത് വിളിക്കുന്നത്? ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് വിളിക്കുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അല്ലെങ്കിൽ പണ്ട് മാറിപ്പോകും. ഇതെന്താ? കോവാലൻ ബോണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരും. ഇപ്പോ ഇത് വാട്ടറിൽ ഡിസോൾവ് ആകും അല്ലെ. ആൽക്കഹോൾ വാട്ടറിൽ ഇട്ടാൽ ഡിസോൾവ് ആകും. എന്തുകൊണ്ടാ? നോക്കിയേ, വാട്ടർ എങ്ങനെ ഇരിക്കുന്നത്? Oയും H ഉണ്ടോ? എന്ത് ചെയ്യും? ഈ ഹൈഡ്രജൻ ആരെ അട്രാക്ട് ചെയ്യും? ഇതാണ് ആൽക്കഹോൾ. കണ്ടോ, ആൽക്കഹോളിലെ വെള്ളം ഒഴിച്ച് എന്ത് പറ്റും? ഈ ഓക്സിജൻ ആരെ അട്രാക്ട് ചെയ്യും? ഹൈഡ്രജനെ അട്രാക്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഞങ്ങള് കയ്യെ കൊടുത്തിരിക്കണം. അപ്പൊ ഇയാൾ വരാണ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് അല്ലെ, ഒന്ന് ഇത് ചെയ്തു. ഓർത്ത് നോക്കാം. അതിന് പകരം അല്ലെ, നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഇടയിലേക്ക് വരുന്ന ഒരു സ്കോർപ്പിയോൺ പോലത്തെ ഒരു ജീവിയാണ്. നമ്മൾ അട്രാക്ട് ചെയ്യോ? അങ്ങനെ ഹായ് ഇതൊക്കെ പറഞ്ഞ് കൊടുക്കുമെങ്കിൽ അറിയും അല്ലെ, ഓർത്ത് നോക്കാം. അപ്പൊ ആ അട്രാക്ഷൻ ഉണ്ടാവോ? ഇല്ല. അതുപോലെയാണ് വരുന്നത്. അപ്പൊ എന്ത് വേണം? ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമാണ്. ഏതൊക്കെയാ? NH, OH, FH. ഇങ്ങനെ വരുമ്പോ ഇത് വാട്ടറിൽ എന്താവും? ഡിസോൾവ് ആകും. അപ്പോ വാട്ടറിൽ ആൽക്കഹോൾ ഡിസോൾവ് ആയി. വൈ എന്തായിരിക്കും എന്ന് പറഞ്ഞേ അടുത്ത ടോപ്പിക്കില്. വാട്ടർ എന്താണ്? ഫോം ഹൈഡ്രജൻ ബോണ്ട് ബിറ്റ്വീൻ ആൽക്കഹോൾ. ഉണ്ടോ? ആൽക്കഹോൾ ആയിട്ട് എന്ത് വരും? ഹൈഡ്രജൻ ബോണ്ട്. അപ്പൊ ഏതെങ്കിലും കോമ്പൗണ്ട്, എനിത്തിങ് സോലുബിൾ ഇൻ വാട്ടർ, എന്ത് എഴുതണം ആൻസർ? ദാറ്റ് കോമ്പൗണ്ട് ഫോം ഹൈഡ്രജൻ ബോണ്ട്, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ഫോം ഹൈഡ്രജൻ ബോണ്ട് ബിറ്റ്വീൻ വാട്ടർ മോളിക്യൂൾ. ഉണ്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ വാട്ടർ ആയിട്ടൊരു ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം സോലുബിൾ. ഓർത്ത് നോക്കാം കേട്ടോ, മറക്കരുത്. ഇത് കോവാലൻ. ഇങ്ങനെ വരുന്ന മോളിക്യൂൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതൊന്ന് വരച്ചോ കേട്ടോ. ഈ വാട്ടറിന്റെ വരക്കണ്ട, ഇത് വരച്ചോ. അത് വരപ്പിക്കാം കേട്ടോ. ചോദിച്ചോ. ഇല്ലോ കണ്ടോ? ഇപ്പൊ ഇയാള് ചോദിച്ചതാണ്. ഇത് CH3 ഇങ്ങനെ ഇരിക്കുകയാണ് കണ്ടോ. ഇതിലേക്ക് വാട്ടർ ഇട്ടാൽ എന്ത് പറ്റും? ഈ ഹൈഡ്രജൻ ആരെങ്കിലും അട്രാക്ട് ചെയ്യോ? ഇല്ല. എന്തുകൊണ്ടാ അട്രാക്ട് ചെയ്യാത്ത? അത് പറഞ്ഞു. എന്തുകൊണ്ടാ അട്രാക്ട് ചെയ്യാത്ത? ഈ അട്രാക്ഷൻ ഇത് തമ്മിൽ ഉണ്ടാവാൻ കാരണം എന്താ? അതും കൂടി ചോദിച്ചേ. വൈ? ഓക്സിജൻ, നൈട്രജൻ, ഫ്ലൂറിൻ, ദീസ് ആർ
ഹൈലി ഇലക്ട്രോനെഗറ്റീവ്. ഫ്ലൂറിന്റെ വാല്യൂ എത്രയാ ഇലക്ട്രോനെഗറ്റിവിറ്റി? 4. സെക്കൻഡ് ഹൈയസ്റ്റ് ഓക്സിജൻ എത്രയായിരുന്നു? മറ്റേത് 3.5 അല്ലെ, ഓർത്ത് നോക്കാം. അപ്പൊ ഏറ്റവും 3.5 ആണ് ഇവർ രണ്ടുപേരും വരുന്നത്. അപ്പൊ ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോനെഗറ്റീവ് ആണ് അവര്. അതുകൊണ്ട് മാത്രമാണ് വരുന്നത് ഹൈലി ഇലക്ട്രോനെഗറ്റീവ് അട്രാക്ട് ദി ഹൈഡ്രജൻ ആറ്റം കേട്ടോ. അതുകൊണ്ട് എങ്ങനെ ഫോം ചെയ്യുന്നത്? അപ്പൊ ഇത് ഫോം ചെയ്യോ? അപ്പോ ഈഥെയ്ൻ cannot dissolve in water. Why? ക്വസ്റ്റ്യൻ ആണത്. എന്തായിരിക്കും? ഇല്ല. കാർബണിന്റെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ഉണ്ടാവോ? ഇല്ല. ആൽക്കഹോളിന്റെ അത് EH അല്ലേ? അതല്ലേ ചോദ്യം? ഇത് ഇവിടേക്ക് H ഉണ്ട് അല്ലേ? EHന്റെ അത് ചോദ്യം ഇതാണ്. EHനകത്ത് H2O അല്ലെ? H2O എന്ന് പറയുമ്പോൾ ഇയാളുടെ ചോദ്യം ഇതാണ്. ഈ ഹൈഡ്രജൻ ഈ ഓക്സിജൻ അട്രാക്ട് ചെയ്യുമോ? ചെയ്യോ ഇല്ലയോ? എന്ത് പറ്റും? ചെയ്യോ? ഇല്ല. ഈ ഓക്സിജൻ ഈ ഹൈഡ്രജനെ അട്രാക്ട് ചെയ്യില്ല. വൈ? ഇവിടെ കോവാലൻസി കാർബണിന്റെ എടുക്കുന്ന സമയത്ത് എന്ത് പറ്റും? കാർബൺ എന്താണ് ഷെയറിങ് ഭയങ്കര സ്ട്രോങ് ആണ്. ഇവിടെ എന്ത് വരുന്നുണ്ട്? പൊളാരിറ്റി വരുന്നുണ്ട്. ഇവിടെ എന്ത് വരുന്നുണ്ട്? പൊളാരിറ്റി. പൊളാരിറ്റി പാർഷ്യലി നെഗറ്റീവ്, ഇതെന്താവും? പാർഷ്യലി പോസിറ്റീവ്. അപ്പൊ ഇത് പാർഷ്യലി നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഇതിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതെന്താണ്? പാർഷ്യലി അങ്ങനെയാണോ? അല്ല. ഇതിന് നമ്മൾ വിളിച്ച ഒരു വേർഡ് ഉണ്ട്. എന്തായിരുന്നു അത്? അങ്ങനെ ഇൻഡക്റ്റീവ് എഫക്ട്. ഓർത്തു. അപ്പൊ അങ്ങനെ കയറി വരും. ക്വസ്റ്റൻ ആവാം കേട്ടോ. ഓർത്തു നോക്കാം. അപ്പൊ ഓർത്തു നോക്കാം. വൈ അങ്ങനെ ചോദിച്ച് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ. അപ്പൊ ആരൊക്കെ തമ്മിൽ അട്രാക്ട് ചെയ്യുള്ളൂ? OH വേണം, NH വേണം. അത് ഉണ്ടെങ്കിൽ മാത്രമേ അട്രാക്ഷൻ നടക്കുള്ളൂ കേട്ടോ. ഇവിടെ OHന്റെ H ഉണ്ടോ? അതുപോലെ ഈ ഓക്സിജൻ ഇതിനെ അട്രാക്ട് ചെയ്യില്ല. വൈ? ഇതെന്താ? ഇത് OH ഇല്ല, അല്ലെങ്കിൽ NH ഇല്ല, ഇത് CH ഇല്ല. അതുകൊണ്ടാണ് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഹൈലി അട്രാക്റ്റീവ് ആയിട്ടുള്ളതിൽ മാത്രമേ നടക്കുള്ളൂ. ഇത് മാത്രം ഒന്ന് വരച്ചു കേട്ടോ. CH3 എന്ന് എഴുതിയാൽ മതി. OH. അപ്പൊ ഈ ഓക്സിജൻ ഈ H നെ അട്രാക്ട് ചെയ്യും. ഈ ഡോട്ടറിന്റെ അവിടെ എന്ത് കൊടുക്കണം? ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പൊ നമ്മൾ ബോയിലിംഗ് പോയിന്റ് ആണ് ഹെഡിങ് എഴുതി വെച്ചേക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ബോയിലിംഗ് പോയിന്റ് നിങ്ങൾക്ക് 4 ചാപ്റ്ററിലെയും ബോയിലിംഗ് പോയിന്റിന്റെ അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോപ്പർട്ടിയുടെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സംഭവം എടുത്തരും. അത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതാണ്. അത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ 4 ചാപ്റ്ററിലെയും ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്താണ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ മറ്റേത് കാണിച്ചു തരാൻ ബുക്ക് ചെയ്തത്, ആ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ. ഓർത്ത് നോക്കാം. ഇത് ഇയാൾക്ക് എക്സാം ഉണ്ട്, അതുകൊണ്ടാണ് അത് എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ ടിപ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ പഠിക്കുമ്പോൾ എന്താ പറയുക, ആ ഒരു ഏരിയ നോക്കിയാൽ ഫിസിക്കൽ പ്രോപ്പർട്ടി തീർന്നു കിട്ടും കേട്ടോ. ഓക്കെ. അപ്പോൾ ഇനി എഴുതുന്ന കാര്യം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എഴുതി വെക്കുന്നതാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതല്ല. അത് വെച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓർത്ത് നോക്കാം. ബോയിലിംഗ് പോയിന്റ് ഓർഡർ എന്ന് ഹെഡിങ് കൊടുക്കുക. ബോയിലിംഗ് പോയിന്റ് ഓർഡർ ഈ ചാപ്റ്ററിൽ അല്ല കേട്ടോ, 4 ചാപ്റ്ററിനും ടുഗദർ ആണ് ബോയിലിംഗ് പോയിന്റ് ഓർഡർ. ഹൈയസ്റ്റ് നിന്ന് ലോവസ്റ്റിലേക്കാണ് വരുന്നത്. ഏറ്റവും ഹൈയസ്റ്റ് ആണ് ആദ്യം എഴുതുന്നത്. മനസ്സിലായോ? ഫസ്റ്റ് ഏറ്റവും ഹൈയസ്റ്റ്, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹൈയസ്റ്റ്, അങ്ങനെ നമ്മൾ എഴുതാൻ പോവാണ്. ഒരു പേജിൽ നല്ല വൃത്തിയിലാക്കി എഴുതണം കേട്ടോ. ഒറ്റ പേജിൽ കിട്ടണം കേട്ടോ. ഓർത്ത് നോക്കാം. അല്ലാതെ ഒരു പേജിൽ നിന്ന് തുടങ്ങിയിട്ട് അങ്ങനെ കിട്ടില്ല. ഒരു ഫുൾ പേജ് ഇതിന് എനിക്ക് വേണം കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ നിങ്ങൾ പകുതിയൊക്കെ എഴുതി അപ്പുറത്ത് അങ്ങനെ നോക്കരുത്. ഒറ്റ വ്യൂവിൽ നിങ്ങൾക്ക് മൈൻഡിലേക്ക് കിട്ടണം. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ. അപ്പൊ ഇതിൽ ആദ്യം വരുന്ന RCOH. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണം. RCOH എന്ന് പറഞ്ഞാൽ എന്താ? കാർബോക്സിലിക് ആസിഡ് കേട്ടോ. നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരാണെങ്കിൽ എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. കാർബോക്സിലിക് ആസിഡ് ആണെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ. RCOH കാർബോക്സിലിക് ആസിഡ്, അതാണ് ഏറ്റവും ഹൈയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് കേട്ടോ. നമുക്ക് പഠിക്കുന്ന 12th 4 ചാപ്റ്റർ, 11th ആ ചാപ്റ്റർ, അത് വെച്ചിട്ടാണ് കമ്പാരിസൺ പറഞ്ഞേക്കുന്നത്. അല്ലാതെ വേറെ ഉള്ളതൊന്നുമല്ല. ടെക്സ്റ്റ് ബുക്കിലുള്ള അത് വെച്ചിട്ടൊന്ന് കമ്പാരിസൺ ആണ്. ഇതാണ് ഏറ്റവും ഹൈയസ്റ്റ് കാർബോക്സിലിക് ആസിഡ്. ഇവിടെ എഴുതി വെക്കേണ്ടത് വാണ്ടർവാൾ ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് കേട്ടോ. അപ്പോ ഇവിടെ എന്ത് എഴുതണം കേട്ടോ? മോർ എക്സ്റ്റെൻസീവ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഒന്ന് എഴുതി വെച്ചേ. മോർ എക്സ്റ്റെൻസീവ് ഹൈഡ്രജൻ ബോണ്ടിങ്. മോർ എക്സ്റ്റെൻസീവ് ഹൈഡ്രജൻ ബോണ്ടിങ്. ആ വേർഡ് തന്നെ ഉപയോഗിക്കുക കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് ആണ് മോർ എക്സ്റ്റെൻസീവ് ഹൈഡ്രജൻ ബോണ്ടിങ്. സെക്കൻഡ് വരുന്നത് ROH. ROH എന്ന് പറഞ്ഞാൽ ആരാ? ആൽക്കഹോൾ. സെക്കൻഡ് വരുന്നത്
ROH ആൽക്കഹോൾ. ഇവിടെയും എഴുതി വെക്കുക ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. തേർഡ് വരുന്നത് അമീനാണ്. അമീൻ എന്ന് പറഞ്ഞാൽ RNH2. അമീൻ RNH2. അപ്പൊ ആ ചാപ്റ്ററും കൂടി എടുത്തു കഴിയുമ്പോൾ ഇത് മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. RNH2 എന്തായിരിക്കും അതാ? അമീൻ. RNH2 അമീൻ. RNH2 അമീൻ. ഇവിടെയും സെയിം വേർഡ് എഴുതി വെക്കുക ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇത് മൂന്നും ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്, സെയിം ആണ്, ഒരേ കാറ്റഗറി ആണ്. അതുകൊണ്ട് ഇവിടെ ഒരു സ്പേസ് വിടാം, ഒരു ചെറിയൊരു സ്പേസ് വിടാം. കാരണം ഇവരൊരു ക്ലബ്ബ് പോലെ ഇരിക്കുന്നു, നിങ്ങൾക്ക് പിന്നീട് കാണുമ്പോൾ ഓർത്തു വെക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു സ്പേസ് ഇട്ടതിന് ശേഷം ഇവിടെ ഒരു ഫോർത്ത് RCOR. ആരാണത്? RCOR കീറ്റോൺ കേട്ടോ. നിങ്ങളൊന്ന് എഴുതി വെക്കണം, കിട്ടില്ലെങ്കിൽ കീറ്റോൺ കേട്ടോ. RCOR രണ്ട് ലൈൻ ഗ്യാപ്പ് ഇട്ടിട്ട് കൊടുക്കുക, കാരണം ഇതൊരു ക്ലസ്റ്റർ ആണ്. ഇവിടെ എഴുതി വെക്കുക ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ. ഫുൾ ആയിട്ട് എഴുതണം കേട്ടോ. ഓക്കെ, DP ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ. ഇതിനെല്ലാത്തിനും കോമൺ ഇതിന് ഹെഡിങ് എന്താ? വാണ്ടർവാൾ ഫോഴ്സ്. അപ്പൊ നിങ്ങൾ എക്സാമിനൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ എഴുതുന്നത് വാണ്ടർവാൾ ഫോഴ്സ് ഡൈപോൾ ഡൈപോൾ, വാണ്ടർവാൾ ഫോഴ്സ് ഹൈഡ്രജൻ ബോണ്ടിങ്, വാണ്ടർവാൾ ഫോഴ്സ് ഹൈഡ്രജൻ ബോണ്ടിങ്. അങ്ങനെയാണ് കേട്ടോ, ഓർത്ത് വെക്കാം. വാണ്ടർവാൾ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഈ എല്ലാം കണ്ടെത്തിയത്, അതുകൊണ്ട് പുള്ളിയുടെ പേര് ചേർത്തിട്ടാണ് ഇതിനെ പറയുന്നത്. വാണ്ടർവാൾ ഫോഴ്സ് എന്ന് പറഞ്ഞ ജനറൽ ആണ് കേട്ടോ. ഓക്കെ, ഓർത്ത് വെക്കാം. ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ കേട്ടോ, ഓർത്ത് വെക്കാം. ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ. ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ. നെക്സ്റ്റ് ഫിഫ്ത് വരുന്നത് RCHO. RCHO ആരാണ്? ആൽഡിഹൈഡ് കേട്ടോ. അപ്പൊ ആ ചാപ്റ്റർ എടുക്കുമ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടി ലൈൻ ചോദിക്കും, ഇപ്പൊ കിട്ടണം. RCHO സെയിം തന്നെ എന്തായിരിക്കും? ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ. ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ. Then sixth RX. RX എന്ന് പറഞ്ഞാൽ എന്താ? ഹാലോ ആൽക്കെയിൻ. അപ്പൊ ഹാലോ ആൽക്കെയിനിൽ ചോദ്യമാണ് ക്ലോറോ ഈഥെയിൻ ആൻഡ് എത്തനോൾ വിച്ച് ഈസ് ഹയർ ബോയിലിംഗ് പോയിന്റ് ആൻഡ് വൈ? ആൽക്കഹോൾ. ഉണ്ടോ? ഓർത്ത് നോക്കാം. അത് നിങ്ങൾ ഈ ഇത് പഠിച്ചിട്ട് നിങ്ങൾ തനിയെ എഴുതണമെന്നാണ്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ നേരിട്ട് ആൻസർ ഉണ്ടാവും. അപ്പൊ ഇതിങ്ങനെ കമ്പയർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചോദിച്ചാൽ എന്ത് കിട്ടും എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തും. അതിന് വേണ്ടിയിട്ട് ഇത് തരുന്നത് കേട്ടോ, ആദ്യമേ തരുന്നത്. അപ്പൊ RX എന്ന് പറയുമ്പോൾ എന്താ? ആൽക്കൈൽ ഹാലൈഡ്. ഫസ്റ്റ് ചാപ്റ്റർ ആണ് അല്ലെ, ഹാലോ ആൽക്കെയിൻ എന്ന് പറയുന്ന ചാപ്റ്റർ. RX എന്ത് തന്നെയാ? ഇത് തന്നെ, ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ. ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ. സെവൻത്ത് RX കഴിഞ്ഞു. ഇനി വരുന്നത് ROR. ഈ ചാപ്റ്ററിൽ ഉള്ളതാണ്. ആരാണത്? ഈതർ കേട്ടോ. ROR ഈതർ. ROR ഈതർ. വീക്ക് ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ. വീക്ക് ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ. വീക്ക് ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ. വീക്ക് ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ. Then 8th R എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ കാർബൺ ആണ്. ഹൈഡ്രോ കാർബൺ എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും? മീഥെയിൻ, ഈഥെയിൻ, പ്രൊപ്പെയിൻ അല്ലെ, ഓർത്ത് വെക്കുക. അങ്ങനെ വരുന്ന ഹൈഡ്രോ കാർബൺ. പിന്നെന്താവും? മീഥീൻ, മീഥീൻ ഇല്ല, ഈഥീൻ, പ്രൊപ്പീൻ അല്ലെ, YNE. അപ്പൊ ANE, ENE, YNE അങ്ങനെയുള്ള എല്ലാം ഹൈഡ്രോ കാർബൺ. ഈ ഹൈഡ്രോ കാർബൺ എല്ലാം വരുന്നത് ലണ്ടൻ ഓർ ഡിസ്പേർഷൻ ഫോഴ്സ്. ലണ്ടൻ ഓർ ഡിസ്പേർഷൻ ഫോഴ്സ്. അത് വേണമെങ്കിൽ ഗ്യാപ്പ് കിട്ടും. കാരണം എന്താ? ഇത്രയും എന്തായിരുന്നു? ഒരേ ഇതാണ്. ഈ എട്ടാമത്തെ മാത്രം ഗ്യാപ്പ് കിട്ടും. ഉണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് പറഞ്ഞ ഏതൊക്കെ ഫോഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ വന്നത്? ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, ഡൈപോൾ ഡൈപോൾ ഉണ്ട്, ലണ്ടൻ ഓർ ഡിസ്പേർഷൻ. ലണ്ടൻ കേട്ടോ, ലണ്ടൻ ഓർ ഡിസ്പേർഷൻ ഫോഴ്സ്.
സാധാരണ ലണ്ടൻ, ലണ്ടൻ ഓർ ഡിസ്പേർഷൻ, ഡിസ്പേർഷൻ ഫോഴ്സ് കേട്ടോ, ലണ്ടൻ ഓർ ഡിസ്പേർഷൻ ഫോഴ്സ്. ഇനി നമ്മൾ നേരത്തെ എഴുതിയ പോയിന്റ് രണ്ടെണ്ണം സ്റ്റാർ ഇട്ട് എഴുതും. അത് കഴിഞ്ഞ് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ്, പാസ്റ്റ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പെട്ടെന്ന് നോക്കുക. അപ്പൊ ആ ഒരു ഏരിയ തീർന്ന് കിട്ടും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഇതില് ഇനി നിങ്ങൾ ഒരു പോയിന്റ് ആയിട്ട് താഴെ നിന്ന് എഴുതി നേരത്തെ എഴുതിയ വേർഡ് എന്താണ്? കാർബൺ ചെയിൻ ഇൻക്രീസസ്, ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ്. ഒന്ന് എഴുതി വെച്ച അടുത്ത ലൈനിലായിട്ട് കേട്ടോ. എന്ന് പറഞ്ഞ് ഇത് കഴിഞ്ഞു. ഇനി ജനറൽ ആണ്, ഈ എല്ലാത്തിനും ജനറൽ ആണ്. കാർബൺ ചെയിൻ ഇൻക്രീസസ്, ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ്. അടുത്ത ലൈനിൽ എന്ത് എഴുതണം? ബ്രാഞ്ച് ഇൻക്രീസസ്, ബ്രാഞ്ച് ഇൻക്രീസസ്, ബോയിലിംഗ് പോയിന്റ് ഡിക്രീസസ്. ബ്രാഞ്ച് ഇൻക്രീസസ്, ബോയിലിംഗ് പോയിന്റ് ഡിക്രീസസ്. നമ്മൾ നിൽക്കുന്ന പൊസിഷൻ ആൽക്കഹോൾ, ഫിനോൾ, ഈതറുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ടോപ്പിക് ആണ് ആക്ച്വലി. ഓർത്ത് നോക്കാം. അപ്പോൾ ഈ ടോപ്പിക്കിൽ നിന്ന് ഞാൻ എല്ലാ ചാപ്റ്ററിലെയും ഫിസിക്കൽ പ്രോപ്പർട്ടി ഒറ്റയടിക്ക് തീർക്കുന്ന രീതിയാണ് ചെയ്തേക്കുന്നത്. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും. ഇത് വെച്ച് കമ്പയർ ചെയ്താൽ തീരും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഓരോ ചാപ്റ്ററിൽ ഇത് പഠിക്കും, ഇതും തമ്മിലുള്ള കമ്പാരിസൺ അത് അവിടെ എഴുതിയുണ്ടാവില്ല ബുക്കിൽ. അപ്പൊ ക്വസ്റ്റ്യൻസ് ഇന്ന് കണ്ടെത്തേണ്ടി വരും, റെഫറൻസ് വേണ്ടി വരും. ആ റെഫറൻസ് നേരെ അങ്ങ് തന്നു, അതാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. കാരണം ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്ററിലും അയാളുടെ കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ കമ്പാരിസൺ ആരുണ്ടാക്കണം? നിങ്ങൾ തനിയെ 4 ചാപ്റ്റർ പഠിച്ചിട്ട് ഉണ്ടാക്കാനാ പറയണവര് വരുന്നത്. അപ്പൊ ഇത് 4 പഠിച്ചു, എല്ലാ ചാപ്റ്ററും പഠിച്ചു എന്ന് കരുതാം. നിങ്ങൾ എവിടെ പോയി പഠിക്കണം? സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ 11th പഠിപ്പിച്ചിട്ടില്ല, നിങ്ങൾക്കില്ല, എന്നാലും പോലും അത് പോയി നോക്കിയിട്ട് കമ്പയർ ചെയ്യേണ്ടി വരും. ആ ക്വസ്റ്റ്യൻസ് മുഴുവനേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് എളുപ്പമുള്ള പരിപാടിയല്ല കേട്ടോ. ഓർത്ത് നോക്കുക. ക്വസ്റ്റ്യൻ എഴുതി വെക്കാം. ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് പറയാം, എല്ലാവരും നോട്ട് ചെയ്യണം കേട്ടോ. എക്സാമ്പിൾ 7.3, എക്സാമ്പിൾ 7.3 ഹോംവർക്ക് വരുന്ന അടുത്ത ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുകൊണ്ടാ എക്സാമ്പിൾ 7.3 ഏത് ചാപ്റ്റർ? ആൽക്കഹോൾ, ഫിനോൾ, ഈതർ കേട്ടോ. അതിലെ എക്സാമ്പിൾ 7.3 അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേഗം എഴുതണം കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതണം, എന്നിട്ട് ആൻസർ പിന്നെ എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതി വെച്ചോ. പെൻഡൻ 1 ഓൾ, പെൻഡൻ 1 ഓൾ. ടെക്സ്റ്റ് ബുക്കിലുള്ള ആൾക്കാരൊക്കെ നോക്കി വെക്കാം. പെൻഡൻ 1 ഓൾ, കോമ ബ്യൂട്ടൻ 1 ഓൾ, കോമ ബ്യൂട്ടൻ 2 ഓൾ, പെൻഡൻ 1 ഓൾ, ബ്യൂട്ടൻ 1 ഓൾ, ബ്യൂട്ടൻ 2 ഓൾ, എത്തനോൾ, പ്രൊപ്പൻ 1 ഓൾ, മെത്തനോൾ. പ്രൊപ്പൻ 1 ഓൾ, മെത്തനോൾ. ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഇതാണ് ക്വസ്റ്റ്യൻ. ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓർത്ത് നോക്കാം. ഈ ചാർട്ട് ഏകദേശം ഒന്ന് ഇവിടെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. ഓക്കെ, ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് ഏതായിരിക്കും? ഇൻക്രീസിംഗ് ഓർഡറാണ് വേണ്ടത്. അപ്പൊ ഇൻക്രീസിംഗ് ഓർഡറിൽ ഏറ്റവും ഹയസ്റ്റ് എനിക്ക് വേണം. ഏതായിരിക്കും? നിങ്ങളൊന്ന് പറ. പെൻഡൻ, പെൻഡൻ 1 ഓൾ ഉണ്ട് അല്ലെ, ഏറ്റവും വലിയ ചെയ്യുന്നതല്ലേ. അപ്പൊ അതിന് വേറെ ചോയ്സ് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഏറ്റവും ഹയസ്റ്റ് ഏതായിരിക്കും? പെൻഡൻ 1 ഓൾ അല്ലെ. ഓർത്ത് നോക്കുക. എന്തുകൊണ്ടാ? കാർബൺ ചെയിൻ ഇൻക്രീസസ്, ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ്. അപ്പൊ പെൻഡാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് കേട്ടോ. ഓർത്ത് നോക്കുക. അതുകൊണ്ട് പെൻഡൻ 1 ഓൾ. അപ്പൊ ഞാൻ പെൻഡൻ 1 ഓൾ ഏറ്റവും ഹയസ്റ്റ് ആക്കി എഴുതി. പെൻഡൻ 1 ഓൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഇൻക്രീസിംഗ് ഓർഡർ ആണ് ചോദിച്ചേക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എഴുതി പോകുന്നു മാത്രം. ഓക്കെ, ഇനി കാരണം എന്താ, ഞാൻ ഈ പഠിച്ചേക്കുന്നത് ഇങ്ങനെയാ, അതുകൊണ്ട് അങ്ങനെ എഴുതിയേക്കുന്നത്. ഞാൻ ഈ മോഡിൽ നിന്ന് അല്ലെങ്കിൽ എന്താണ് വേറെ ചോദിക്കുമ്പോൾ ഇവിടെ നിന്ന് ഞാൻ തലതിരിച്ച് ആലോചിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരേ സ്റ്റൈലിൽ പഠിക്കുകയാണ് ആക്ച്വലി. പല കുട്ടികളും എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് പഠിച്ചു നോക്കും. ഇൻക്രീസിംഗ് ഓർഡർ എന്ന് നോക്കുമ്പോൾ ഇവിടെ നിന്ന് ആലോചിക്കും. അപ്പൊ പിന്നെ തലകുത്തി പറഞ്ഞ് ഇങ്ങനെ അങ്ങനെയൊക്കെ മൈൻഡ് ആയ കൺഫ്യൂഷൻ ആക്കണ്ട. ഈ ഓർഡർ തന്നെ കൊണ്ടുപോകാൻ നോക്കാം. അപ്പോ പെൻഡൻ 1 ഓൾ ആണ് ആക്ച്വലി വരുന്നത്. ഇനി എന്തായിരിക്കും സെക്കൻഡ് ഹയസ്റ്റ്? ബ്യൂട്ടൻ 1 ഓൾ ഉണ്ട്, ബ്യൂട്ടൻ 2 ഓൾ ഉണ്ട് ഇല്ലേ. ബ്യൂട്ടൻ 1 ഓൾ ഉണ്ട്, ബ്യൂട്ടൻ 2 ഓൾ ഉണ്ട്. ഏത് വരും? 1 ഓൾ. എന്തുകൊണ്ടാ? ബ്യൂട്ടൻ 2 ഓൾ എന്ന് പറയുമ്പോൾ എന്താവും? ബ്രാഞ്ച് ആകും അല്ലെ. ബ്രാഞ്ച് വന്ന ബോയിലിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യും അല്ലെ. ഓക്കെ, അങ്ങനെ വന്ന ബ്യൂട്ടൻ 2 ഓൾ, ബ്യൂട്ടൻ 2 ഓൾ. സെക്കൻഡ് ഹയസ്റ്റ് ഏത് വരും? തേർഡ് ഹയസ്റ്റ്, സോറി, ബ്യൂട്ടൻ 1 ഓൾ മാറിപ്പോയി. ബ്യൂട്ടൻ 1 ഓൾ. അത് കഴിഞ്ഞ പിന്നെ എന്ത് വരും? ബ്യൂട്ടൻ 2 ഓൾ. ഇനി എന്ത് വരും? പ്രൊപ്പൻ 1 ഓൾ. അതിനെന്തെങ്കിലും ചലഞ്ച് ഉണ്ടോ? ഇല്ലല്ലോ. പ്രൊപ്പ് അത്രേ ഉള്ളൂ അല്ലെ. പ്രൊപ്പൻ 1 ഓൾ. പിന്നെ ഏതായിരിക്കും?
മെത്തനോൾ അല്ലെ? ഓക്കെ, മെത്തല്ലേ, മെത്തനോളാണ് കേട്ടോ. പെന്റൻ 1 ഓൾ, ബ്യൂട്ടൻ 1 ഓൾ, ബ്യൂട്ടൻ 2 ഓൾ, എത്തനോൾ ഉണ്ട്, ശരിയാ, എത്തനോൾ, അത് കഴിഞ്ഞിട്ട് മെത്തനോൾ. ഓക്കെ, ശരി. പ്രൊപ്പൻ 1 ഓൾ, ഇനി എത്തനോൾ, എത്തനോൾ ഫസ്റ്റ് ഏറ്റവും ഹൈസ്റ്റ് ഏത് വരും? ഏറ്റവും ലോവസ്റ്റ് മെത്തൻ. ഇതിൽ നോക്കി ആൽക്കഹോൾ മാത്രമേ ഉള്ളൂ. ഏത് റൂള് മാത്രമേ ഉള്ളൂ? രണ്ടത്തെ അല്ലെ, ഏറ്റവും ലാസ്റ്റ് എഴുതിയത് കാർബണിന്റെ എന്താണ് ചെയിനും ബ്രാഞ്ചും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് പഠിക്കാനായിട്ട് നമുക്ക് വേറെ ഇതിന്റെ ആവശ്യമൊന്നുമില്ല അല്ലെ, ഓർത്ത് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ കേട്ടോ, എക്സാമ്പിൾ 7.3 സെക്കൻഡ് ക്വസ്റ്റ്യൻ കേട്ടോ, ഇത് എടുത്തെഴുതുക കേട്ടോ വേഗം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പെന്റൻ 1 ഓൾ, എൻ ബ്യൂട്ടൈൻ, പെന്റനാൽ, വേഗം എഴുതുക കേട്ടോ, പെന്റൻ 1 ഓൾ, പെന്റൻ 1 ഓൾ, എൻ ബ്യൂട്ടൈൻ, പെന്റനാൽ, പെന്റനാൽ, എത്തോക്സിഇഥൈൻ, എത്തോക്സിഇഥൈൻ, പെന്റൻ 1 ഓൾ, എൻ ബ്യൂട്ടൈൻ, പെന്റനാൽ, എത്തോക്സിഇഥൈൻ, എത്തോക്സിഇഥൈൻ. എന്ത് ചെയ്യും? പെന്റൻ 1 ഓൾ, എൻ ബ്യൂട്ടൈൻ, പെന്റനാൽ, എത്തോക്സിഇഥൈൻ. അങ്ങനെ നോക്കുമ്പോ നിങ്ങൾ ഇത് ഈ പറഞ്ഞതില് ആരാണ് ഓർഡർ എന്ന് ഓർത്ത് നോക്കാം. ഏതൊക്കെയുണ്ട്? പെന്റനാൽ എന്ന് പറഞ്ഞാൽ എന്താ? ആൽഡിഹൈഡ്. ആൽഡിഹൈഡ് ഇവിടെ ഉണ്ട് അല്ലെ, ഇവിടെയാണ്. വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു ആക്ച്വലി വരുന്നത്? എൻ ബ്യൂട്ടൈൻ ഉണ്ട് അല്ലെ, എത്തോക്സിഇഥൈൻ ഉണ്ട്, പെന്റൻ 1 ഓൾ ഉണ്ട്, ഉണ്ടോ? അപ്പൊ എനിവേ പെന്റൻ 1 ഓൾ ആൽക്കഹോൾ ആണ് ഇവിടെ ഹൈസ്റ്റ്, ഉണ്ടോ? അപ്പൊ ഇങ്ങനെ എത്തുമ്പോൾ പല ചാപ്റ്റർ ആയി. ഐഡിയ മനസ്സിലായി? കാരണം എന്താ? മിക്സ് ആണ് ആൽഡിഹൈഡ്. അടുത്ത ചാപ്റ്ററിന്റെ ക്വസ്റ്റൻ ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഇത് നിങ്ങൾക്ക് ആൽക്കഹോളിന്റെ അവിടെ കിടക്കുന്നതാണ്, അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്ത് തന്നേക്കുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും ഹൈസ്റ്റ് ചെയ്ത് വരും പെന്റൻ 1 ഓൾ അല്ലെ. അപ്പൊ ആൻസർ എഴുതി വെച്ചോ കേട്ടോ, പെന്റൻ 1 ഓൾ തന്നെ വന്നു. സെക്കൻഡ് ഹൈസ്റ്റ് ചെയ്ത് വരും ആൽഡിഹൈഡ് ആണ് അല്ലെ. ആൽഡിഹൈഡിൽ ഏതായിരുന്നു ആൽഡിഹൈഡ് വന്നേക്കുന്നത്? പെന്റനാൽ അല്ലെ, പെന്റനാൽ. ഇതിന്റെ ഐഡിയ മനസ്സിലായല്ലോ? ഇത് ആൽക്കഹോൾ ആണ്, ഇത് ആൽഡിഹൈഡ് ആണ്, കണ്ടോ? പുറത്തു നോക്കാം. ആൽക്കഹോൾ കഴിഞ്ഞിട്ട് ആൽഡിഹൈഡ് എഴുതാൻ പറ്റത്തുള്ളൂ. ഇനി എന്ത് ചെയ്യും? ഈതർ ഉണ്ട് അല്ലെ, ഈതർ. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റത്തെ എന്താ? എൻ ബ്യൂട്ടൈൻ, ഹൈഡ്രോ കാർബൺ ആണ് ഏറ്റവും ലാസ്റ്റ്. അപ്പോ ഇനി നിങ്ങൾ എഴുതുമ്പോ ഈത്തോക്സിഇഥൈൻ, ഈത്തോക്സിഇഥൈൻ. നെക്സ്റ്റ് എന്ത് വരും? എൻ ബ്യൂട്ടൈൻ, എൻ ബ്യൂട്ടൈൻ. ഇത് ചാപ്റ്റർ 7.3 ആണ്, ആൽക്കഹോൾ ഫിനോൾ ഈതർ ആണ്. നമുക്ക് ഇത് പഠിച്ചാൽ, ഇപ്പൊ ഈ ടേബിൾ പഠിച്ചാലുള്ള ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് അടുത്ത ചാപ്റ്ററിൽ എല്ലാം വരും. അല്ലെങ്കിൽ എന്ത് കിട്ടും പറഞ്ഞാൽ ടീച്ചേഴ്സ് നോർമലി നിങ്ങളുടെ അടുത്ത് വേറെ ഒന്നും പറയത്തില്ല, ഓരോ ചാപ്റ്ററിൽ എഴുതും അത് ചെയ്തോ എന്ന് പറയും. പക്ഷെ എക്സാമിന് വരുന്ന സമയത്ത് എല്ലാം കൂടി വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ ഈ ഓർഡർ പഠിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടും. ഇത് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ ഹോംവർക്ക് വരുന്ന അടുത്ത ചാപ്റ്റർ ആണ് കേട്ടോ, ആൽഡിഹൈഡ് കീറ്റോൺ ആണ്. ഹോംവർക്ക് ഇപ്പൊ തന്നെ നമുക്ക് പറയാനൊക്കെ പറ്റും. ഇൻ ടെക്സ്റ്റ് 8.3, ടെക്സ്റ്റ് ബുക്കില് ഇൻ ടെക്സ്റ്റ് 8.3. 8 എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? അടുത്ത ചാപ്റ്റർ ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ് കേട്ടോ. ഇൻ ടെക്സ്റ്റ് എടുത്ത പേജ് നമ്പർ എന്റെ ബുക്കില്, പുതിയ ബുക്കില് 236. അത് ഹോംവർക്കാ 236. ഇപ്പൊ ചെയ്യണ്ട, നിങ്ങൾ പറയണം പക്ഷെ ആൻസർ 236 എന്തായിരിക്കും? കണ്ടോ? ക്വസ്റ്റൻ ഒന്നുകൂടി വായിക്കാം. CH3CHO, CH3CH2OH, CH3OCH3, CH3CH2CH3. ഏറ്റവും ഹയസ്റ്റ് ഏതായിരിക്കും? CH3CH2OH കേട്ടോ. നോട്ട് ചെയ്യണോട്ടോ, അടുത്ത ഹോംവർക്ക് ആണ്, ഒരു കുഞ്ഞു ക്വസ്റ്റൻ അല്ലേ. സെക്കൻഡ് ഹയസ്റ്റ് ഏതായിരിക്കും? CH3CHO. തേർഡ് ഹയസ്റ്റ് CH2OCH3. ഫോർത്ത് ഹയസ്റ്റ്? ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇന്നേവരെ ബോർഡിലൊക്കെ വന്നേക്കുന്നത്, ക്വസ്റ്റൻസ് ആയിട്ട് വന്നേക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലും ഒക്കെ ഈ ടൈപ്പ് ക്വസ്റ്റൻസ് ആണ് നമുക്ക് ബോയിലിംഗ് പോയിന്റ്. അല്ലെങ്കിൽ നിങ്ങൾ ബോയിലിംഗ് പോയിന്റ് തിയറി പഠിക്കും.
ഇനി ക്വസ്റ്റ്യൻസ് ഗീവ് റീസൺ പോലെ ചോദിക്കും, അതിന്റെ ആൻസേഴ്സ് ഓരോരുത്തരോട് ഞാൻ ചോദിച്ചോളാം. ദെൻ അമീന്റെ ചാപ്റ്ററിൽ ഉണ്ടാവും എത്തനമീൻ, ethanamine and ethanol, which is higher boiling point and why? Chris, ethanamine and ethanol, which is higher boiling point and why? Why? Why ആണ് എനിക്ക് കേൾക്കേണ്ടത്. ആർക്കുണ്ട്? അമീന് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ എന്ത് വരും? ടൈപ്പോൾ. അങ്ങനെ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ ethanol and ethanamine, which is higher boiling point and why? 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 ഇവിടെ സ്ട്രോങ്ങർ ഹൈഡ്രജൻ ബോണ്ട്, ഇതും ഹൈഡ്രജൻ ബോണ്ട് ആണ്, ഇത് സ്ട്രോങ്ങർ. അങ്ങനെയാണെങ്കിൽ വൈ സ്ട്രോങ്ങർ ഹൈഡ്രജൻ ബോണ്ടിങ്? ആര് പറയും? ഇത് എന്തുകൊണ്ട് സ്ട്രോങ് ആയി? എന്തുകൊണ്ട് സ്ട്രോങ് ആയി? ആൻസർ ഓക്സിജൻ മോർ ഇലക്ട്രോനെഗറ്റീവ് ആസ് കമ്പയർഡ് ടു നൈട്രജൻ. അതാണ് അതിന്റെ ആൻസർ. അതുപോലത്തെ ക്വസ്റ്റ്യൻസില് നിങ്ങൾക്ക് ഇതുപോലെ ആൻസർ ഉണ്ടാവില്ല, പക്ഷെ ക്വസ്റ്റ്യൻ ഉണ്ടാവും ഉറപ്പായിട്ടും. അപ്പൊ അത് അറിഞ്ഞു വെക്കണം, മനസ്സിലായി? ഇനി ഇതും വന്നാൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് ഞാൻ വേർഡ് അപ്പൊ തന്നെ തന്നിട്ടുണ്ട്. എന്തായിരുന്നു അത്? മോർ എക്സ്റ്റെൻസീവ് ഹൈഡ്രജൻ ബോണ്ട്. ആ ചാപ്റ്റർ എടുക്കുമ്പോൾ നമ്മൾ അതും കൂടി പറയും, അത് ഡയമർ ആവും. വാട്ട് യു മീൻ ഡയമർ? നമ്മള് സൊല്യൂഷൻ എടുത്തപ്പോ ഞാൻ ഡെഫിനിഷൻ പറഞ്ഞാണ്. ഡയമർ എന്ന് പറഞ്ഞ എന്താ? ട്രൈയമർ. ഡൈ എന്ന് പറഞ്ഞാൽ എന്താ? ടു. രണ്ടുപേരും ഒരാളെ പോലെ ആക്ട് ചെയ്യും, അതിനെ എന്ത് വിളിക്കുന്നത്? ഡയമർ. ടു മോളിക്യൂൾ ആക്ട് ആസ് എ വൺ. കണ്ടോ? ഓർത്തോക. ട്രൈമർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ത്രീ ആക്ട് ആസ് എ വൺ എന്ന് പറഞ്ഞാല് രണ്ട് കാർബോക്സിലിക് ആസിഡ് ജോയിൻ ചെയ്ത് ഒരു ഡയമറിനെ പോലെ ആക്ട് ചെയ്യും. അതുകൊണ്ട് മോർ എക്സ്റ്റെൻസീവ് ആയിട്ട് ഇമ്പോർട്ട് ഉണ്ട്, അതുകൊണ്ട് ബോയിലിംഗ് പോയിന്റ് ഹയർ ആവും. അപ്പൊ അങ്ങനെ വരും കേട്ടോ, കോൺട്രഡിക്ഷൻ ആയിട്ട് വരാൻ സമയത്ത്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കാം, ക്ലിയർ ആയിട്ട് വരുന്നത്. അപ്പൊ ഗീവ് റീസണും ഇതിൽ നിങ്ങൾക്ക് പതുക്കനെ ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റും കേട്ടോ, ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കാം, സോലുബിലിറ്റി. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഈ പേജ് അടുത്ത ചാപ്റ്റർ എടുക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് വന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ കിട്ടണം. ഇത് ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത ഹെഡിങ് ആണ് സോലുബിലിറ്റി കേട്ടോ, ഓർത്ത് വെക്കാം. സോലുബിലിറ്റി നമ്മുടെ ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ ആദ്യത്തെ ഹെഡിങ് ബോയിലിംഗ് പോയിന്റ്. ആ ബോയിലിംഗ് പോയിന്റ് കുറച്ച് എഴുതി കഴിഞ്ഞിട്ട് ജനറൽ ആയിട്ടുള്ള കാര്യം എഴുതി വെച്ചു. ഇനി ആ ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ വരുന്ന സെക്കൻഡ് ഹെഡിങ് ആണ് സോലുബിലിറ്റി. എന്ന് പറഞ്ഞാൽ വാട്ടറിൽ സോലുബിൾ ആകോ എന്ന് നോക്കുന്നതാണ്. വാട്ടറിൽ മെൽറ്റിംഗ് പോയിന്റ് ഇല്ല കേട്ടോ, ഓർത്ത് നോക്കാം. കാരണം എന്താ? ആൽക്കഹോൾ എങ്ങനെ ഇരിക്കും അല്ലെ? ഓർത്ത് ഓൾറെഡി ഇതാണ്, അതുകൊണ്ടാണ് അങ്ങനെ മെൽറ്റിംഗ് പോയിന്റ് ഇല്ലാത്ത കേട്ടോ, ഓർത്ത് നോക്കാം. സോലുബിലിറ്റി ഹെഡിങ് എഴുതി വെച്ചു കേട്ടോ. സോലുബിലിറ്റിയിൽ ആൽക്കഹോൾ എന്തായിരിക്കും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വാട്ടറിൽ എന്താവും? സോലുബിൾ ആവും. വൈ? എന്തായിരിക്കും? ഹൈഡ്രജൻ ബോണ്ടിങ്. അത് തന്നെയാണ് കേട്ടോ, ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് തന്നെ നമുക്കൊന്ന് എഴുതി വെക്കാം. സോലുബിലിറ്റി അണ്ടർലൈൻ ചെയ്തു. Solubility of alcohol and phenol. Solubility of alcohol and phenol in water. Solubility of alcohol and phenol in water. Solubility of alcohol and phenol in water is due to their ability to form. Solubility of alcohols and phenol in water is due to their ability to form hydrogen bonds. Their ability to form hydrogen bonds with water molecule. Hydrogen bonds with water molecule. Hydrogen bonds with the water molecule. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫിഗർ ഉണ്ട്, ആ ഫിഗർ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചേക്ക്. നേരത്തെ കണ്ടില്ലേ? അതുപോലെ എങ്ങനെ വേണമെങ്കിലും വരക്കാം നിങ്ങൾക്ക്. നിങ്ങൾക്ക് രണ്ട് കളറ് പെൻസിലൊക്കെ ഉണ്ടെങ്കിൽ, പേന ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ ആൽക്കഹോള് മാത്രം ഒരു കളറിൽ വരക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഇത് പെന്നും പെൻസിലും ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ആൽക്കഹോൾ ഇങ്ങനെ വരച്ചു വെക്കാം. എങ്ങനെ വേണമെങ്കിലും ഒന്ന് വരച്ചു വെക്കാം. OH ഇത് ആൽക്കഹോൾ. എത്തനോൾ ആണ് അല്ലെ? എത്തനോളിലേക്ക് വാട്ടർ വേറൊരു കളറിൽ വാട്ടർ കൊടുക്കുക. അതെ, ഇതാണ് വാട്ടർ, OH. ഒരു വാട്ടർ എന്നല്ല, കുറെ എങ്ങനെയൊക്കെ വേണമെങ്കിലും വരക്കാം കേട്ടോ, ഓർത്ത് വെക്കാം. OH ഇവിടെയും
OH ഉണ്ടോ? ഇതൊക്കെ H2O ആണ് അല്ലെ? H2O, ഇത് H2O ആണ്, ഇത് H2O ആണ്. കുറെ വേണമെങ്കിൽ എഴുതാം, ഒരെണ്ണമൊന്നുമല്ല, കുറെ എഴുതാം. ഞാൻ ഇപ്പൊ 2 വരക്കുന്നത്. അപ്പൊ ഇതൊരു വാട്ടർ മോളിക്യൂൾ ഉണ്ടോ? ഈ ഗ്രീൻ കളറിൽ കാണുന്ന ബ്ലൂ കളറിൽ കാണുന്ന എല്ലാം വാട്ടർ മോളിക്യൂൾസ് ആണ്. ഇതെന്താണ്? ആൽക്കഹോൾ ആണ്. ഈ ആൽക്കഹോളിൽ ഈ ഓക്സിജന് ഈ ഹൈഡ്രജനായിട്ട് അട്രാക്ഷൻ വരും. ഈ ഡോട്ടർ ലൈനാണ് ഹൈഡ്രജൻ ബോണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി ഈ എച്ചിന് ആരായിട്ട് അട്രാക്ഷൻ വരാം? ഈ എച്ച് ആയിട്ട് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ നിങ്ങൾ കരുതും ഈ ഓക്സിജൻ ഈ എച്ചിന് ഇതായിട്ട് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോ ഒരാളാണെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഈ ഓക്സിജന് ഇയാളെയും അട്രാക്ട് ചെയ്തുകൂടെ? അതാ പറഞ്ഞ എങ്ങനെ വേണമെങ്കിൽ കുറെ വരക്കാന്ന് കേട്ടോ. ഇനി ഇവിടെയൊക്കെ കുറെ വെള്ളം വരൂലേ, അതെല്ലാം അങ്ങനെ വരക്കാം കേട്ടോ, ഓർത്ത് നോക്കാം. ഞാൻ വരച്ചെന്നുള്ളൂ. അപ്പൊ ഒരെണ്ണോ 2 ഒക്കെ കാണിച്ചാൽ മതി, നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ നടത്തും യുദ്ധക്കളം പോലെ ആക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കാണിച്ചാൽ മതി. പല ആയിട്ട് ചെയ്യും. പല സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് തന്നെ കുറെ ആൾക്കാരായിട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റും. അട്രാക്ഷൻ മാത്രമാണ്, ശരിക്കും ബ്രേക്കിംഗ് ഒന്നുമില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്ന് പറഞ്ഞപ്പോ ഈ അറ്റ്മോസ്ഫിയറിൽ വാട്ടർ ഉണ്ട് അല്ലെ. ഞാനിപ്പോ ഒരു കുപ്പി വെള്ളം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റിനും വെള്ളം വരും. വായി ഇത് തണുത്ത വാട്ടർ ബോട്ടിൽ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റിനും വെള്ളം വരും. അത് ഉള്ളിൽ നിന്ന് പെനിട്രേറ്റ് ചെയ്ത് വരുന്നതാണോ? അല്ല. പിന്നെ എന്ത് വരും? അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടറിന് എന്ത് ചെയ്യും? കണ്ടൻസേഷൻ അല്ലെ. കണ്ടൻസേഷൻ വരുമ്പോൾ അത് എന്തുകൊണ്ട് കണ്ടൻസേഷൻ ആയി? അങ്ങനെയാണെങ്കിൽ ഓക്സിജൻ ഒന്നും ഇങ്ങനെ വെള്ളം പോലും ഒഴുകുന്നില്ലല്ലോ. നൈട്രജൻ അല്ലെ, ഇവിടെ അറ്റ്മോസ്ഫിയറിൽ നൈട്രജൻ ഓക്സിജൻ അല്ലേ കൂടുതലുള്ളത്. എന്നാൽ പിന്നെ നൈട്രജന്റെ വാട്ടർ ഒന്നും വരുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ്? ആ തണുക്കണ സമയത്ത് ഹൈഡ്രജൻ കൊണ്ട് സ്ട്രോങ് ആണ് വാട്ടറിന്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഒരു വാട്ടർ മോളിക്യൂൾ അനദർ വാട്ടർ മോളിക്യൂളിനെ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്ത് അവരൊരു ലിക്വിഡ് ആവാനായിട്ടുള്ള ടെൻഡൻസി വരും. മനസ്സിലായി? ഓർത്ത് നോക്കാം. ഇത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ചൂടാക്കിയാൽ മതി. ബ്രേക്ക് ചെയ്യും. ആ വാട്ടർ മോളിക്യൂളാണ്, അതാണ് പുറത്ത് വരുന്നത് ഐസ്. ഇപ്പോ ഒരു ഐസ് ബോട്ടിൽ അല്ലെ, നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് തുടച്ചൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാല് അതിന് ചുറ്റിനും വെള്ളം വരുന്നത് എവിടെ നിന്ന് തന്നെയാണ്? ഈ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ളതാണ്. ഹ്യൂമിഡിറ്റിന്റെ ബേസ് ആണ്. അപ്പൊ ഹ്യൂമിഡിറ്റി ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ എന്ത് വരില്ല? വരില്ല. ദാറ്റ്സ് ഓൾ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇറ്റലി അങ്ങനെയുള്ള ചില രാജ്യങ്ങളിൽ വാട്ടർ ബോർഡ് ഹ്യൂമിഡിറ്റി ഭയങ്കര കുറവാണ്. അവര് മീറ്റൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്യും നോർമലി. നാഗാലാൻഡ് ഒക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അവിടെയൊക്കെ ഉള്ള ഇതിൽ അവര് ഈ മീറ്റ് ഉണ്ടല്ലോ, മീറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്നതിന് വരെ തണുപ്പുണ്ടാവും, പക്ഷെ തൂക്കിയിടാൻ പറ്റും അവർക്ക്. വായ് ഹ്യൂമിഡിറ്റി കുറവായതുകൊണ്ടാണ്. ഇവിടെ തൂക്കിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ പോലും എന്ത് പറ്റും? ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിൽ കഥ മാറും. ഹ്യൂമിഡിറ്റിയും ഇതും നമ്മളെ മൈക്രോബ്സ് ഒക്കെ ഇതിന്റെ ഗ്രോത്ത് ഭയങ്കര ഹെവി ആയിട്ട് വരും കേട്ടോ. കേട്ടോ, അപ്പോ സോലിബിലിറ്റി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്, അടുത്ത ഹെഡിങ് ആണ് കേട്ടോ. അപ്പൊ എന്തൊക്കെ ഇല്ല ഇതില്? ഡെൻസിറ്റി ഇല്ല, മെൽറ്റിംഗ് പോയിന്റ് ഇല്ല കേട്ടോ, ഓർത്തോളൂ. നെക്സ്റ്റ് ഹെഡിങ് എഴുതി നോക്കുക, കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കഹോൾ ആൻഡ് ഫിനോൾ. ടെക്സ്റ്റ് കെമിക്കൽ റിയാക്ഷൻ എന്നുള്ളൂ, നിങ്ങൾ എഴുതുമ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കഹോൾ ആൻഡ് ഫിനോൾ. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കഹോൾ ആൻഡ് ഫിനോൾ. ഫസ്റ്റ് ഹെഡിങ് എഴുതി വെക്കാം. അതില് കെമിക്കൽ പ്രോപ്പർട്ടി കുറെ ഉണ്ട്. അതിൽ ആദ്യത്തെ ഹെഡിങ് അസിഡിറ്റി ഓഫ് ആൽക്കഹോൾ ആൻഡ് ഫിനോൾ. അസിഡിറ്റി ഓഫ് ആൽക്കഹോൾ ആൻഡ് ഫിനോൾ. അസിഡിറ്റി ഓഫ് ആൽക്കഹോൾ ആൻഡ് ഫിനോൾ അണ്ടർലൈൻ ചെയ്യും. നിങ്ങൾ അസിഡിറ്റി എന്ന് പറയുന്ന വേർഡ് അല്ലെങ്കിൽ ആസിഡ് ബേസ് സോൾട്ട് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എവിടെയാണ് പഠിച്ചേക്കുന്നത്? 10th ഓർമ്മയുണ്ടല്ലോ. 10th സെക്കൻഡ് ചാപ്റ്ററിന്റെ പേരാണ് ആസിഡ് ബേസ് ആൻഡ് സോൾട്ട്. അവിടെ പറഞ്ഞ അതേ കഥ ഇവിടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ എളുപ്പമാവും. അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വെറുതെ ഇതായി പോകും. എന്തായിരിക്കും ആസിഡ്? ആസിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? H+ റിലീസ് ചെയ്താൽ ആസിഡ് ആണ് അല്ലെ? ഓർത്ത് നോക്കാം. അവിടെ ആദ്യത്തെ ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്, നിങ്ങൾ ഓർമ്മയുണ്ടോ? എപ്പോഴാണ് ഹൈഡ്രജൻ ഗ്യാസ് വരുന്നത്? ആസിഡ് റിയാക്ട് വിത്ത് ഡാഷ് ടു ഫോം ഹൈഡ്രജൻ ഗ്യാസ്. മെറ്റൽ. ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽ ടു ഫോം കറസ്പോണ്ടിങ് സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. അപ്പോ ഒരു ആൽക്കഹോൾ എത്തനോൾ എന്റെ കയ്യിലുണ്ട്, അതിൽ അസിഡിറ്റി ഉണ്ടെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? മെറ്റൽ ആഡ് ചെയ്യണം. അപ്പൊ ഞാൻ ഒരു ആൽക്കഹോൾ എടുത്തു, കുറച്ച് അലൂമിനിയം ഇട്ടു, ഒന്നുമില്ല, അപ്പൊ ആസിഡ് ഇല്ല എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. പക്ഷെ അങ്ങനെയല്ല അവർ നോക്കുന്നത്. ഈ ആൽക്കഹോളിലേക്ക് ഏറ്റവും ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ഏതായിരുന്നു? സോഡിയം. അതാണ് ആദ്യത്തെ റിയാക്ഷൻ. അപ്പൊ സോഡിയം ഇട്ട് കഴിയുമ്പോൾ സോഡിയം ആൽക്കോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും വരും. അങ്ങനെ വരുമ്പോൾ ചെറുതായിട്ട് അസിഡിറ്റി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ആൽക്കഹോളിന്റെ അസിഡിറ്റി എന്ന് പറയുന്നത് ഭയങ്കര അസിഡിറ്റി ഇല്ല എന്ന് തന്നെ പറയാം, ഭയങ്കര മൈന്യൂട്ട്. ഫിനോളിനുണ്ട്.
അപ്പോൾ അസിഡിറ്റി ഓഫ് ആൽക്കഹോൾ സ്ലൈറ്റ്ലി ഉണ്ട് എന്ന് പറയുന്ന പ്രൂവൻ ചെയ്യുന്ന ഇക്വേഷൻ ആണ് ടെക്സ്റ്റ് ബുക്കിൽ ഒരേ ഒരു ക്വസ്റ്റ്യൻ അവിടെ നിന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ആ ഇക്വേഷൻ ആണ് നമ്മൾ എഴുതുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ എന്തായിരിക്കും എന്റെ ബേസ് ഐഡിയ? ആൽക്കഹോൾ റിയാക്ട് വിത്ത് മെറ്റൽ ടു ഫോം എന്ത് വരും? സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. അതാണ് അസിഡിറ്റി പ്രൂവൻ ചെയ്യുന്ന ആദ്യത്തെ ഇക്വേഷൻ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്ന് എഴുതി പോവാം. ഒന്ന് എഴുതി വെച്ചു. ഫസ്റ്റ് അസിഡിറ്റി ഓഫ് ആൽക്കഹോൾ ആൻഡ് ഫിനോൾ അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. ആൽക്കഹോൾ ആൻഡ് ഫിനോൾ റിയാക്ട് വിത്ത് ആക്റ്റീവ് മെറ്റൽ. ആൽക്കഹോൾ ആൻഡ് ഫിനോൾ റിയാക്ട് വിത്ത് ആക്റ്റീവ് മെറ്റൽസ്. ആരൊക്കെ ആയിരിക്കും ആക്റ്റീവ് മെറ്റൽ അല്ലെ? സോഡിയം, പൊട്ടാസ്യം ആൻഡ് അലൂമിനിയം കൊടുത്തിട്ടുണ്ട്. അലൂമിനിയം കൊടുക്കണ്ട കേട്ടോ. സോഡിയം, പൊട്ടാസ്യം ടു yield corresponding sodium, potassium to yield yield കേട്ടോ. To yield corresponding alkoxide or phenoxide. Corresponding alkoxide or phenoxide and hydrogen. Or phenoxide. Alkoxide or phenoxide and hydrogen. Alcohol and phenol react with active metal such as sodium, potassium to yield corresponding alkoxide or phenoxide and hydrogen. And equation ആണ് ROH ആൽക്കഹോൾ ആണ് അല്ലെ? ROH ആൽക്കഹോൾ. അതിലേക്ക് സോഡിയം ഇടാം, Na. അങ്ങനെ ഇട്ട് കഴിഞ്ഞാല് ഈ എച്ചിനെ റീപ്ലേസ് ചെയ്ത് അവിടെ RONA എന്ന് വരും. പ്ലസ് എന്ത് വരും? ഹൈഡ്രജൻ ഗ്യാസ്. ഓർക്കോ, ഹൈഡ്രജൻ ഗ്യാസ്. ഇത് ബാലൻസ് ചെയ്യാതെയാണ് എഴുതിയേക്കുന്നത്. ബാലൻസ് ചെയ്യണ്ട. നിങ്ങൾക്ക് ഈ 4 ചാപ്റ്ററിൽ മാത്രം, ബാക്കിയുള്ള എല്ലാ ചാപ്റ്ററിലും ബാലൻസ് ചെയ്യണം. ഈ ചാപ്റ്റർ ഏതൊക്കെയാ? ഓർഗാനിക്കിന്റെ 4 ചാപ്റ്റേഴ്സ് കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് എഴുതാം. CH3OH പ്ലസ് Na എന്ത് വരും പറഞ്ഞേ? ഞാൻ പറയില്ല. CH3ONA. ആറിട്ടത് ജനറലിന് വേണ്ടിയിട്ടാണ് അല്ലെ? CH3ONA പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. ഇവിടെ എഴുതണം കേട്ടോ, ആൽക്കോക്സൈഡ്. ഇത് ആൽക്കഹോൾ, സോഡിയം ആൽക്കോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ എടുത്തെഴുതണം കേട്ടോ. ഇത് സോഡിയം ആൽക്കോക്സൈഡ്. അപ്പൊ ഇതിന്റെ പേരെന്തായിരിക്കും? സോഡിയം മെത്തോക്സൈഡ്. മെത്ത അല്ലെ? ഒരു കാർബൺ അല്ലേ? അപ്പൊ മെത്തോക്സൈഡ്. 2 കാർബൺ ഒന്നാന്ന് വിളിക്കും സോഡിയം എത്തോക്സൈഡ്. ഓക്കെ അല്ലേ? പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. ദെൻ ഫിനോൾ ആണെങ്കിൽ എങ്ങനെ വരും? സെയിം ഗെയിം. എങ്ങനെയായിരിക്കും? ബെൻസീന്റെ ഇങ്ങനെ മുകളിൽ OH, ഇതിലേക്ക് സോഡിയം ആഡ് ചെയ്യും. അപ്പൊ എവിടെയാ റീപ്ലേസ്മെന്റ് വരിക? H മാറിയിട്ട് അവിടെ എന്ത് വരും? അല്ലേ? പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. സോഡിയം ഫിനോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. Sodium phenoxide plus hydrogen gas. And sodium phenoxide plus hydrogen gas. ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാലൻസ് ചെയ്യാനായിട്ട് എളുപ്പമാണ് കേട്ടോ. അവിടെ ഒരു 2 ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ 2 ഇട്ട് കൊടുക്കാം, ഇവിടെ 2 ഇട്ട് കൊടുക്കാം, ഇവിടെ 2 ഇട്ട് കൊടുത്താൽ പിന്നെ ഹൈഡ്രജൻ ഇവിടെ കറക്റ്റ് ആയിട്ട്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ആസിഡ് പ്ലസ് ബേസ് ഗീവ്സ് സോൾട്ട് പ്ലസ് വാട്ടർ. അതേ ഐഡിയ തന്നെയാണ് ഇത്. ഈ കോമ്പൗണ്ടിന് ഒരു ചെറിയൊരു ആസിഡ് ഉണ്ടെന്ന് പറയാണ്. ഇതിലേക്ക് ഒരു ബേസ് NaOH ഇടും. NaOH ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇതുപോലെ ONA പ്ലസ് H2O വരും കേട്ടോ. അതിന്റെ ഒരു ഇക്വേഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, ഇത് ഫിനോൾ.
ഫിനോളിലേക്ക് NaOH, സോഡിയം ഹൈഡ്രോക്സി, NaOH. അപ്പൊ ഇവിടെ നടക്കുന്നത് പ്രോസസ് ഈ H മാറിയിട്ട് Na വരും. ബാക്കി എന്തൊക്കെയുണ്ട്? ഇവിടുത്തെ Hഉം ഈ OHഉം Hഉം OHഉം കൂടി ചേർന്ന് എന്ത് വരും? H2O. ഉണ്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ ഇതും കൂടി ഒന്ന് എഴുതി വെച്ചോ. ഓർത്ത് നോക്കാം. എന്ത് വരും? ONA. കേട്ടോ, ഇതിനെ സോൾട്ട് എന്നാ വിളിക്കുക കേട്ടോ. ഈ ONA സോഡിയം ഫെനോക്സൈഡ് പ്ലസ് H2. ഇതും കൂടി ഒന്ന് എഴുതി വെച്ചു കേട്ടോ. അപ്പൊ ഇവിടെ എഴുതണം കേട്ടോ. ഇതെന്താ? ബേസ് അല്ലെങ്കിൽ ആൽക്കലി. ആൽക്കലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, സോലുബിൾ ബേസ്. അപ്പൊ ഇതെന്താ? സ്ലൈറ്റ്ലി അസിഡിക് ആണ് അല്ലെ. ഓർത്ത് നോക്കുക. അത് സോൾട്ട്, സോഡിയം ഫിനോക്സൈഡ് പ്ലസ് വാട്ടർ കേട്ടോ. ഓക്കെ, എങ്ങനെ വന്നേ? ഇവിടുന്ന് കണ്ടോ ഈ OH കണ്ടോ, ഈ OH ഈ Hഉം കൂടി വരും കണ്ടോ. OHഉം H കൂടി വരും എന്താ? H2O. ബാക്കി എന്തുണ്ട്? ഈ O ഉണ്ട്, ഈ Na ഉണ്ട് കണ്ടോ. ONA. ഓക്കെ, മെത്തേഡൊക്കെ ഒന്ന് ഓർത്ത് നോക്കാം. അപ്പോ നമ്മുടെ ഹെഡിങ് ഒന്നും കൂടി പറയാം. എന്തായിരുന്നു? കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കഹോൾ ആൻഡ് ഫിനോൾ. ഫസ്റ്റ് ഹെഡിങ് എന്തായിരുന്നു? അസിഡിറ്റി ഓഫ് ആൽക്കഹോൾ ആൻഡ് ഫിനോൾ. അപ്പൊ ഇത് സ്ലൈറ്റ്ലി അസിഡിക് ആണെന്ന് തെളിയിക്കുന്ന ഇക്വേഷൻ ആണ് ഇപ്പൊ എഴുതിയത്. ഇനി ഒരു ക്വസ്റ്റ്യൻ വരും, പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി, ഇതിൽ വിച്ച് ഈസ് മോർ അസിഡിക്? പ്രൈമറി ആണോ സെക്കൻഡറി ആണോ അസിഡിറ്റി കൂടുതലുള്ളത്? Y എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അതാണ് അടുത്ത പോയിന്റ്. അപ്പൊ അസിഡിറ്റിയുടെ അണ്ടറുള്ള സെക്കൻഡ് പോയിന്റ് ആണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം, എഴുതി വെച്ചോ. അസിഡിറ്റി ഓർഡർ സെക്കൻഡ് പോയിന്റ് കേട്ടോ. ഇത് അസിഡിറ്റി പ്രൂവൻ ചെയ്യുന്ന ഇക്വേഷൻ എഴുതി. അത് കഴിഞ്ഞിട്ട് എന്താ എഴുതുന്നത്? അസിഡിറ്റി ഓർഡർ. അസിഡിറ്റി ഓർഡറിൽ ആദ്യം തന്നെ നമുക്ക് ആ അസിഡിറ്റിയുടെ ഓർഡർ ഒന്ന് എഴുതി വെക്കാം. അത് കഴിഞ്ഞിട്ട് അതിന്റെ റീസൺ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. അവര് പറയുന്നത് പ്രൈമറി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡിഗ്രി അല്ലെ. പ്രൈമറി ഇങ്ങനെയൊക്കെ എഴുതാം. പ്രൈമറി ഗ്രേറ്റർ ദാൻ, നിങ്ങൾ ഫുൾ ആയിട്ട് എഴുതാം. സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെറിഷറി. ഈ ഓർഡർ ആണ് വരുന്നത്. പ്രൈമറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, ടെറിഷറി. പ്രൈമറി എന്ന് പറഞ്ഞാൽ എന്താ? R അല്ലെ, OH. ഇതാണ് പ്രൈമറി എന്നൊക്കെ പറയാം. ROH വരും. ദെൻ അതൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്കൊന്ന് എഴുതി വെക്കാം. ഇവിടെ ഒരു CH2CH3OH. ഇത് പ്രൈമറി ആണ് അല്ലെ. സെക്കൻഡറി എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? CH, ഇവിടെ ഒരു OH ഉണ്ടാവും, ഇവിടെ ഒരു CH3. ഈ ആറൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ടാലെന്ന് എഴുതിയിട്ടാ. ഇത് സെക്കൻഡറി. എന്തുകൊണ്ടാണ്? വാട്ട് യു മീൻ സെക്കൻഡറി? നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇല്ലാത്ത ആൾക്കാർ ശ്രദ്ധിക്കുക. ഈ OH ഇല്ലേ, ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ടു എ പെർട്ടിക്കുലർ കാർബൺ ആറ്റം, ദാറ്റ് കാർബൺ ആറ്റം ബോണ്ടഡ് വിത്ത് അനദർ 2 ഉണ്ടോ, 1 2 അങ്ങനെ വന്ന സെക്കൻഡറി. ഇവിടെ നോക്കിയേ, ഫങ്ഷണൽ ഗ്രൂപ്പ് OH അറ്റാച്ച് ടു എ കാർബൺ ആറ്റം, ദാറ്റ് കാർബൺ ആറ്റം ബോണ്ടഡ് വിത്ത് 1 ഉണ്ടോ. 1 കാർബൺ ആറ്റം ആയിട്ട് ബോണ്ട് ചെയ്താൽ എന്തായിരിക്കും? പ്രൈമറി. 2 ആണെങ്കിൽ സെക്കൻഡറി, 3 ആണെങ്കിൽ അപ്പൊ എന്ത് വരും? ടെറിഷറി. അപ്പോ ടെറിഷറി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഇവിടെ OH. അപ്പൊ ഫങ്ഷൻ ഗ്രൂപ്പ് അറ്റാച്ച് ടു കാർബൺ ആറ്റം. ഈ OH ഇനി എത്ര കാർബൺ ആയിട്ട് ലിങ്ക് ചെയ്യണം? 3 അല്ലെ. ഓക്കെ, അപ്പൊ 3 വന്നാൽ എന്തായിരിക്കും? അത് ടെറിഷറി. വൈ അതാണ് അടുത്ത പോയിന്റ് ആയിട്ട് എഴുതാൻ പോകുന്നത്. ഈ ഓർഡർ അവർ പറഞ്ഞു, അല്ലെ. അപ്പോ ഇതിന്റെ റീസൺ ആണ് ഇനി ഇതിന്റെ താഴെ നമുക്ക് എഴുതുന്നത് കേട്ടോ. ഇത് എടുത്ത് എഴുതണം. അപ്പോ നമ്മള് അസിഡിറ്റിയുടെ, ആൽക്കഹോളിന്റെ അസിഡിറ്റിയുടെ ഓർഡർ ആണ് പ്രൈമറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, ടെറിഷറി. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ഓക്കെ അല്ലേ? നിങ്ങൾ പെട്ടെന്ന് കാണാതായതുകൊണ്ട് ചോദിച്ചാ. ഓക്കെ, റെസ്പോണ്ട് ചെയ്താൽ മതി കേട്ടോ, കുഴപ്പമില്ല. ദെൻ നമുക്ക് അതിലെ പോയിന്റ് ഒന്ന് എഴുതി വെച്ചേക്കാം. The acidic character of alcohol is due to the acidic character. ഇതിന് താഴെ എഴുതാം കേട്ടോ. The acidic character of alcohol is due to the polar nature of OH bond. Acidic character of alcohol is due to the polar nature of OH bond. The polar nature of OH bond. Full stop. An electron releasing group. The polar nature of OH bond. The polar nature of OH bond. OH bond. കേട്ടോ. Full stop. An electron releasing group അല്ലെങ്കിൽ donating group എന്ന് വിളിക്കും. An electron releasing group. An electron releasing group. ഈ റിലീസിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പുകളെയാണ് ബ്രാക്കറ്റിൽ R ഗ്രൂപ്പ് എന്ന് എഴുതാം. ഈ R അല്ലേ CH3 ഗ്രൂപ്പുകൾ,
അതിനെയാണ് ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. പ്രാകല ആർ ഗ്രൂപ്പ് എന്ന് എഴുതി വെക്കാം. ആർ ഗ്രൂപ്പ് increases, an electron releasing group increases electron density on oxygen, electron density on oxygen tending to decrease the polarity, electron density on oxygen tending to, electron density on oxygen tending to decrease the polarity of OH bond, decrease the polarity of OH bond, full stop. This decreases the acidic strength, this decreases the acidic strength, this decreases the acidic strength. ഇതില് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ചാപ്റ്റർ അടുത്ത ചാപ്റ്ററുകളിൽ എല്ലാത്തിലും നിങ്ങൾക്ക് അസിഡിറ്റി, ബേസിസിറ്റി, PKB ഇതൊക്കെ വെച്ചിട്ടുള്ള കമ്പാരിസൺ ക്വസ്റ്റ്യൻസുകൾ കണ്ടമാനോട് മിക്സ് ചെയ്ത് ചോദിക്കുകയും ചെയ്യും. അതിന് നേരത്തെ എഴുതിയേക്കുന്ന പോലെ ഒരു 2 ഷീറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാനായിട്ടുള്ള ഇത് വരും കേട്ടോ. ഓർത്ത് പോകാം. അതിപ്പോ എടുക്കണമെന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ടെക്സ്റ്റ് ബുക്കിന്റെ ഓർഡറിൽ തന്നെ പോകും. അത് ഇത്തിരി വലിയ ടോപ്പിക്കാണ്. എല്ലാ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത് ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ തീർക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഓർത്ത് വെക്കാം. ഇപ്പൊ നിങ്ങൾ ഇത് ഓർത്ത് വെക്കേണ്ടത്, നിങ്ങൾ ഇൻഡക്റ്റീവ് എഫക്ട് പഠിച്ചിട്ടുണ്ട് 11th. എന്തായിരുന്നു? പോളറൈസേഷൻ ഓഫ് സിഗ്മ ബോണ്ട് caused by the polarization of adjacent bond, that is known as inductive effect. അത് 2 കാര്യങ്ങൾ ഇപ്പോൾ ഓർത്ത് വെക്കാം. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്ന അസിഡിറ്റി കൂടും, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്ന അസിഡിറ്റി കുറയും. ഇത് ഇലക്ട്രോൺ റിലീസിംഗ് ആണ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്. അങ്ങനെ വന്നാൽ അസിഡിറ്റി എന്ത് ചെയ്യും? കുറയും എന്ന് പറഞ്ഞാൽ ആർ ഗ്രൂപ്പ് കേട്ടോ. അപ്പൊ ഇത് എല്ലാ ചാപ്റ്ററിലും വരും. ആർ ഗ്രൂപ്പ് കൂടിക്കഴിഞ്ഞാൽ അല്ലെ. അപ്പൊ എത്തനോൾ ഓർ പ്രൊപ്പനോൾ വിച്ച് ഈസ് മോർ അസിഡിക് ആൻഡ് വൈ? എത്തനോൾ. കാരണം മനസ്സിലായോ? കാരണം എന്താ? പ്രൊപ്പ് എന്ന് പറയുമ്പോൾ കാർബൺ ചെയിൻ കൂടും, അപ്പൊ അസിഡിറ്റി എന്ത് പറ്റും? കുറയും. കാരണം എന്താ? ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ്. അല്ലെങ്കിൽ ആൽക്കെ എന്ത് ഗ്രൂപ്പ്? അത് ഇലക്ട്രോൺ റിലീസിംഗ് ആണ്, ഇലക്ട്രോൺ റിലീസിംഗ് ആണ്. ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടല്ലോ? പോളറൈസേഷൻ ഓഫ് സിഗ്മ ബോണ്ട് കോസ്ഡ് ബൈ ദ പോളറൈസേഷൻ ഓഫ് അഡ്ജസന്റ് സിഗ്മ ബോണ്ട് എന്ന് പറയാണ്. സംഭവം ഇത്രയാണ്. സിമ്പിൾ ആയിട്ട് ഓർത്ത് നോക്കാം. ഈ ഓയും എച്ചും തമ്മിൽ പൊളാരിറ്റിയിൽ വ്യത്യാസം വരും. എന്തുകൊണ്ടാണ് പൊളാരിറ്റിയിൽ വ്യത്യാസം വരാൻ കാരണം? ഇത് കണ്ടോ, ഈ OH ഓക്സിജൻ പാർഷ്യലി ഇലക്ട്രോ നെഗറ്റീവ്, ഹൈഡ്രജൻ പാർഷ്യലി ഇലക്ട്രോ പോസിറ്റീവ്. ഇങ്ങനെ വരൂലായിരുന്നു, ഇങ്ങനെ വരില്ല. ശരിക്കും ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പേന ഇതൊരു ചോക്ലേറ്റ് ആണെന്ന് കരുതാം. ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുകയാണ്. ആക്ച്വലി ഈ ചോക്ലേറ്റ് ഇത് ഫുൾ ചോക്ലേറ്റ് ആണ്. എങ്ങനെ ഷെയർ ചെയ്യും? ശരിക്കും അല്ലെ, നമ്മൾ രണ്ടുപേരും ഹാഫ് വരുന്നു, അപ്പൊ ഇയാള് ഹാപ്പി. അതിന് പകരം ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുകയാണ്. ആക്ച്വലി ഞാൻ പറയാണ്, നിനക്ക് ഇത്രയും തരുള്ളൂ. നമ്മള് രണ്ടുപേര് ഒരേ വീട്ടിലെ 2 ചെറിയ കുട്ടികളാണെന്ന് കരുത്. അപ്പൊ എന്റെ മോനുണ്ട് കൊച്ചുണ്ട്. അങ്ങനെയാണെങ്കിൽ സമ്മതിക്കുമോ? എന്റെ ചെറിയ 2 വയസ്സുള്ള കൊച്ചു സമ്മതിക്കില്ല. പിന്നെ അപ്പൊ എന്ത് പറ്റും? വരുമോ? ഇല്ല. അപ്പൊ ഒരു പിടിവലി വരും. അതാണ് എന്ത് വഴിക്കുന്നത്? പാർഷ്യലി നെഗറ്റീവും പാർഷ്യലി പോസിറ്റീവ് എന്ന് പറഞ്ഞ് ഈ ഓയും വെച്ച് നമ്മളൊരു പറയുന്നത് അവർ ഷെയർ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പേന. ഇയാൾ പിടിച്ച് ഇത് വലിക്കുന്നു. മനസ്സിലായി? ഓക്സിജൻ പിടിച്ച് എന്ത് ചെയ്യും? താൻ ഓക്സിജൻ ആണ്. ഇപ്പൊ പേന പിടിച്ച് എന്നിട്ട് പിടിച്ച് പുള്ളി ചെയ്തെന്ത് പറ്റും? കൊണ്ടുപോയി കണ്ടോ? അങ്ങനെ കൊണ്ടുപോകരുത് പതിനെ കേട്ടോ. അങ്ങനെ കൊണ്ടുപോയാൽ അതെന്ത് എന്ത് പോണ്ട? ഇങ്ങനെ കൊണ്ടുപോയാൽ എന്താണത്? ഇയാളിപ്പോ ആരാണ്? സോഡിയം ആണ്, അയണിക് ബോണ്ടാ. അങ്ങനെ എടുത്തോണ്ട് പോകും. സോഡിയം വേറെ ചോദ്യമൊന്നുമില്ല, അങ്ങനെ എടുത്തോണ്ട് പോകും. മനസ്സിലായി? ഹൈറ്റം വരുമ്പോ തന്നെ കേട്ടോ. ഓക്കെ. HCl എന്താണ്? H+ ആൻഡ് Cl-. കയ്യിൽ വീണാൻ പറ്റും. എന്താ കാരണം? Cl എടുത്തോണ്ട് പോയി. ഹൈഡ്രജന് പിന്നെ ആകെ കൂടി പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ. ഹൈഡ്രജൻ പിന്നെ കിട്ടുന്ന നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ എന്ത് ചെയ്യും? ഇലക്ട്രോൺ എടുക്കും. അപ്പോഴാണ് പൊള്ളണത്. മനസ്സിലായി? ഓർത്ത് വെക്കാം. ഐഡിയ മനസ്സിലായി? കാരണം എന്താ? പോയി കഴിഞ്ഞ പിന്നെ ഹൈഡ്രജൻ അൺസ്റ്റേബിൾ ആയി ആറ്റമാണ് അല്ലെ? ഓർത്ത് വെക്കാം. അപ്പോ ഇയാൾ എന്നെ പിടിച്ച് വലിച്ചോണ്ട് വരുത് കേട്ടോ. ഓർത്ത് വെക്കാം. പതുക്കനെ. അപ്പോ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇയാൾ പതുക്കനെ ഒരു ഫോഴ്സ് കൊടുത്താൽ ഇയാൾ എന്താ? പാർഷ്യലി നെഗറ്റീവ് അല്ലെ? എനിക്ക് നെഗറ്റീവ് ഫീൽ ചെയ്യും. ഞാൻ എന്ത് ചെയ്യും? തിരിച്ചു പിടിച്ച് വിളിക്കും, അല്ലെങ്കിൽ കൊണ്ടുപോകില്ല ഇയാള്. അങ്ങനെ വരുമ്പോഴാണ് ഇത് എന്ത് വിളിക്കുന്ന? പോളാർ ബോണ്ട്. മനസ്സിലായി? ആ പോളാർ ബോണ്ടിന്റെ ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ പുള്ള് വരും. മനസ്സിലായി? അപ്പൊ ഓൾറെഡി എന്ത് ചെയ്തേക്കാണ് അല്ലെ? ഇങ്ങനെ ഒരു പാർഷ്യൽ പ്രശ്നമുണ്ട്. അപ്പൊ ഇവിടെ നിന്നൊരു എക്സ്ട്രാ ആയിട്ട് എന്ത് ചെയ്യും? ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ്, ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരുന്ന സമയത്ത് ഈ പൊളാരിറ്റിയിൽ വേരിയേഷൻ വരും. ഈ പൊളാരിറ്റിയിൽ വേരിയേഷൻ വരുമ്പോൾ ഈ ഓക്സിജൻ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ഹൈഡ്രജൻ പുള്ള് ചെയ്യും. അങ്ങനെ വരുമ്പോ അവിടെ എന്ത് നടക്കില്ല? ഹൈഡ്രജനെ റിലീസ് ചെയ്യില്ല. ഹൈഡ്രജനെ റിലീസ് ചെയ്താൽ ഇതില്ലെങ്കിൽ എന്ത് പറ്റും? അസിഡിറ്റി എന്ത് ചെയ്യും? കുറയും. അപ്പൊ ഈ ആർ ഗ്രൂപ്പ് വരും തോറും ഈ
കാർബൺ അല്ലെ ഈ ഓക്സിജൻ H ബോണ്ടിന്റെ പൊളാരിറ്റി ഡിക്രീസ് ചെയ്യും. അങ്ങനെ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കത്തില്ല, ഹൈഡ്രജനെ റിലീസ് ചെയ്യില്ല. അതുകൊണ്ടാണ് അസിഡിറ്റി വരുന്നത്. അപ്പോൾ ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് വന്ന അസിഡിറ്റി എന്ത് ചെയ്യും, ഡിക്രീസസ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ, അസിഡിറ്റി ഡിക്രീസ് ചെയ്യും. വിഡ്രോയിങ് ഗ്രൂപ്പ് വന്ന അസിഡിറ്റി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. വിഡ്രോയിങ് ഗ്രൂപ്പ് ആരൊക്കെയാണ്, NO2. വിഡ്രോയിങ് ഗ്രൂപ്പ് ഏതൊക്കെയാ, NO2. അപ്പൊ നൈട്രോ ഫിനോൾ ആൻഡ് ഫിനോൾ വിച്ച് ഈസ് മോർ അസിഡിക് ആൻഡ് വൈ, ഇതിലെ ക്വസ്റ്റൻ ആണ്. പറ, നൈട്രോ ഫിനോൾ ആൻഡ് ഫിനോൾ വിച്ച് ഈസ് മോർ അസിഡിക് ആൻഡ് വൈ, നൈട്രോ ഫിനോൾ. അപ്പൊ ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ് കേട്ടോ. അത് ഇതിലെ ക്വസ്റ്റൻ തന്നെയാണ്, ഇതിലേക്ക് നമ്മൾ എത്തും കേട്ടോ. ഓക്കെ, അപ്പോ ഇതാണ് ഈ ഒരു ടോപ്പിക്കിൽ ഇവിടെ വന്നിരിക്കുന്ന അസിഡിറ്റി ഓഫ് ആൽക്കഹോൾ എന്ന് പറയുന്നതിൽ കൺസെപ്റ്റ് ഏകദേശം ഒന്ന് ക്ലിയർ ചെയ്ത് പോവാ. അടുത്ത പോയിന്റ് എഴുതി വെക്കുക കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് ഇതിന്റെ അണ്ടറിൽ തന്നെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതിങ്ങനെയാണ്, ആൽക്കഹോൾ ആൻഡ് ഫിനോൾ വിച്ച് ഈസ് മോർ അസിഡിക് ആൻഡ് വൈ. അതാണ് ക്വസ്റ്റ്യൻ, അതാണ് ഹെഡിങ് ആയിട്ട് വരുന്നത്. ആൽക്കഹോൾ ആൻഡ് ഫിനോൾ വിച്ച് ഈസ് മോർ അസിഡിക് ആൻഡ് വൈ എന്ന് പറയുന്നതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ എഴുതി വെച്ചോ. ആൽക്കഹോൾ ആൻഡ് ഫിനോൾ വിച്ച് ഈസ് മോർ അസിഡിക് ആൻഡ് വൈ. ആൽക്കഹോൾ ആൻഡ് ഫിനോൾ വിച്ച് ഈസ് മോർ അസിഡിക് ആൻഡ് വൈ. ആൽക്കഹോൾ ആൻഡ് ഫിനോൾ വിച്ച് ഈസ് മോർ അസിഡിക് ആൻഡ് വൈ. ഫസ്റ്റ് പോയിന്റ് അതിൽ ആൻസറിലേക്കാണ്. ഏതായിരിക്കും മോർ അസിഡിക്, ഫിനോൾ ആണ് കേട്ടോ. എഴുതി നോക്കുക, ഫിനോൾ മോർ അസിഡിക് ആസ് കമ്പയർഡ് ടു ആൽക്കഹോൾ. ഫസ്റ്റ് പോയിന്റ്, ഫിനോൾ മോർ അസിഡിക് ആസ് കമ്പയർഡ് ടു ആൽക്കഹോൾ. ഫസ്റ്റ് പോയിന്റ്, ഫിനോൾ മോർ അസിഡിക് ആസ് കമ്പയർഡ് ടു ആൽക്കഹോൾ. സെക്കൻഡ് പോയിന്റ് അതിന്റെ റീസണുകളിലേക്ക് പോവാണ്. റീസൺ 2 പോയിന്റ് ആയിട്ടാണ് എഴുതുന്നത്. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക, ദ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇൻ ഫിനോൾ. സെക്കൻഡ് പോയിന്റ് അടുത്ത ലൈനിൽ കേട്ടോ. നെക്സ്റ്റ് ലൈനിൽ, ദ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇൻ ഫിനോൾ. The hydroxyl group in phenol is directly attached to the hydroxyl group in phenol is directly attached to the sp2 hybridized carbon. The hydroxyl group in phenol is directly attached to the sp2 hybridized carbon. sp2 hybridized carbon of benzene ring. sp2 hybridized carbon of benzene ring, which act as an electron withdrawing group. Which act as an electron withdrawing group. Which act as an electron withdrawing group. ഫിനോൾ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗ് ആണ്. ഇവിടെ നോക്കോ, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ OH. OH അറ്റാച്ച് ചെയ്യുന്ന ഈ ജംഗ്ഷനിൽ ഒരു കാർബൺ ഉണ്ട് അല്ലെ. ഈ കാർബണിന്റെ ഡബിൾ ബോണ്ട് ഉണ്ട്. ഡബിൾ ബോണ്ട് വന്നാൽ എന്ത് ഹൈബ്രിഡൈസേഷൻ ആണ്, sp2 ഹൈബ്രിഡൈസ്. സിംഗിൾ ബോണ്ട് വന്നാൽ എന്തായിരിക്കും, sp3. ട്രിപ്പിൾ ബോണ്ട് വന്നാൽ sp. അപ്പോ ഈ OH ഇവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഈ അറ്റാച്ച് ചെയ്യണ സമയത്ത് ഇവിടെ വരുന്നതാണ് sp2 ഹൈബ്രിഡൈസ്. അപ്പൊ അതെ ഇങ്ങനെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ, ഓർത്തോളൂ, sp2 ഹൈബ്രിഡൈസ്. ഇനി സാധാരണ രീതിയിൽ നോക്കിയേ, RCH2OH ഇതാണ് ആൽക്കഹോൾ. ആൽക്കഹോൾ അറ്റാച്ച് ചെയ്യുന്നത് നോക്കിയേ, OH അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റം സിംഗിൾ ബോണ്ട് അല്ലേ. സിംഗിൾ ബോണ്ട് വന്നാൽ എന്തായിരിക്കും, sp3 ഹൈബ്രിഡൈസ്. ഇത് sp3. അപ്പൊ ഓർത്തു വെക്കുക, ഫിനോള് മോർ അസിഡിക് ആവുന്നതിന്റെ കാരണം ഈ OH അറ്റാച്ച് ചെയ്യുന്നത് sp2 ഹൈബ്രിഡൈസ് കാർബൺ ആറ്റം ആണ്. ഇത് നോക്കിയേ, സാധാരണ ആൽക്കഹോൾ എന്തായിരിക്കും, sp3 ഹൈബ്രിഡൈസ് ആണ്. ഇത് വരച്ചു വെക്കുക കേട്ടോ. ആൻസർ ആണ് അതില് ആദ്യത്തെ ഇപ്പൊ എഴുതിയേക്കുന്ന പോയിന്റിന്റെ റെപ്രസെന്റേഷൻ ആണ്. sp2 sp3. ഈ ക്വസ്റ്റൻ ഫസ്റ്റ് പോയിന്റ് കഴിഞ്ഞു. ഒരു പോയിന്റ് കൂടിയുണ്ട്.
രണ്ടാമത്തെ പോയിന്റ് എഴുതി വെക്കാം. സെക്കൻഡ് പോയിന്റ്, in alkoxide ion, second point കേട്ടോ, in alkoxide ion, in alkoxide ion, ALKOXIDE, in alkoxide ion, ion ആണ് കേട്ടോ, ion, in alkoxide ion, the negative charge is localized, LOCALISED, localized on oxygen. In alkoxide ion, the negative charge is localized. The negative charge is localized. In alkoxide ion, the negative charge is localized on oxygen. While in phenoxide ion, the charge is delocalized. In phenoxide ion, the charge is delocalized. Full stop. Phenoxide ion more stable, and favor the ionization of phenol. Phenoxide ion more stable and favor the ionization of phenol. Ionization of phenol. ഇത് ഈ സ്റ്റേറ്റ്മെന്റ് മീനിങ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഇതാണ് ഫിനോൾ, ഇത് ROH, ആൽക്കഹോൾ. അപ്പൊ ആൽക്കഹോൾ ആണ്, ഫിനോൾ ആണ്. ഇതിനെ രണ്ടിനെയും വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ, വാട്ടറിലിട്ട് കഴിഞ്ഞാൽ, നമുക്കറിയാം ആസിഡ് വാട്ടറിലിട്ടാൽ എന്ത് പറ്റും, H+ റിലീസ് ചെയ്യും അല്ലെ, ഓർത്ത് വെക്കാം. അതുപോലെ ഇതിനെ വാട്ടറിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ, അസിഡിക് വാട്ടറിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എന്തുവരും, ഫിനോക്സൈഡ് അയോൺ. ഇതിങ്ങനെ ഇരിക്കും, ഈ H-നെ റിലീസ് ചെയ്യും ആൻഡ് H+. കാരണം ഇതിന് രണ്ടിനും അസിഡിറ്റി ഉണ്ടെന്ന് നിങ്ങൾ പ്രൂവൺ ചെയ്തതാണ്. ഇതാണെങ്കിൽ RO- + H+. ഇങ്ങനെയാണ് ഇത് റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഈ കോമ്പൗണ്ടിന്റെ പേരാണ് ഫിനോക്സൈഡ് അയോൺ. ഇതിന്റെ പേരെന്തായിരുന്നു, ആൽക്കോക്സൈഡ് അയോൺ. ഈ ഫിനോക്സൈഡ് അയോൺ മോർ സ്റ്റേബിൾ ആണ്. വൈ? ഇവിടെ ഈ നെഗറ്റീവ് ഉണ്ടല്ലോ, ഈ നെഗറ്റീവ് ഈ ഓക്സിജനിലാണ് ഇപ്പൊ വന്നേക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ അത് ഇവിടേക്ക് പോകും, കുറച്ച് കഴിയുമ്പോൾ ഇവിടെ പോകും, കുറച്ച് കഴിയുമ്പോൾ ഇവിടെ പോകും. റെസണൻസ്. എന്താണ് റെസണൻസ്? അങ്ങനെ റെസണൻസ് കാരണം ഇതെന്താണ്, സ്റ്റേബിൾ ആണ്. ഇത് എന്താണ്, സ്റ്റേബിൾ. അങ്ങനെ സ്റ്റേബിൾ ആകുമ്പോൾ H-നെ അത് ഈസി ആയിട്ട് എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. സ്റ്റേബിൾ ആണെങ്കിൽ എന്ത് ചെയ്യും, H-നോട് പൊക്കോളാൻ പറയും. മനസ്സിലായി? ഓർത്ത് നോക്കുക, സ്റ്റേബിൾ ആണ്, H-നെ റിലീസ് ചെയ്യും. അപ്പോ ഇതാണ് നെഗറ്റീവ് എന്ന് പറയും, നെഗറ്റീവ്. അപ്പോ ഇതിന് എത്ര പൊസിഷൻ ഉണ്ടെന്ന് നോക്കിയാൽ, ഇത് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോ സ്റ്റേബിൾ ആകുന്നത് എങ്ങനെയാ, ഈ പേൻ എന്റെ കയ്യിലിരിക്കുന്നു, എന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഇതാ ഇവിടെ നിന്ന് ഇയാൾ വരികയാണ്. ഇയാൾ വരുന്ന സമയത്ത് എനിക്കുള്ള ഓപ്ഷൻ എന്താണ്, ഇയാൾ എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഞാൻ ഇവിടെ കൊടുക്കും, സെബിന് കൊടുക്കും, ഇവിടെ നിന്ന് പാസ് ചെയ്യും, ഇങ്ങനെ പാസ് ചെയ്യും, ഇങ്ങനെ വരും. അപ്പൊ ഇയാള് വരുമ്പോൾ എന്ത് പറ്റും അല്ലെ, എന്നെ പേഴ്സണലി അയാൾക്ക് പ്രശ്നം വേണ്ട, അയാൾക്ക് വേണ്ടത് ഈ പേനയാണ്. പേന എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രോൺ. ആ ഇലക്ട്രോൺ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഞങ്ങൾ ഒരു സ്റ്റേബിൾ ആയി മാറും. അതേ സമയത്ത് ROH, അതിൽ RO- ഈ മൂവ് ചെയ്യാൻ പറ്റില്ല, റെസണൻസ് ഇല്ല. അങ്ങനെ മൂവ് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഇതിന് വേറെ ഏതെങ്കിലും കോമ്പൗണ്ട് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് ഈ H-നെ അത് റിലീസ് ചെയ്യില്ല. കാരണം H പോയി കഴിയുമ്പോഴാണ് ചാർജ് വരുന്നത്. അപ്പൊ അതിന് അസിഡിറ്റി കുറവായിരിക്കും. ഇതെന്തുകൊണ്ട് അസിഡിറ്റി ഈസി ആയത്, ഇതിന് റെസണൻസ് ഉണ്ടല്ലേ, നെഗറ്റീവിന് മൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് H ഈസി ആയിട്ട് റിലീസ് ചെയ്യും. സോ ഫിനോൾ മോർ അസിഡിക്. ഇനി ആ വേർഡ് ഒന്ന് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കുറച്ച് കഴിയുമ്പോൾ ഇത് എന്ത് സാധനമാണെന്ന് കരുതും. എന്തായിരുന്നു ആ സ്റ്റേറ്റ്മെന്റ്, ആദ്യത്തെ വേർഡ് ഒന്ന് വായിച്ചു ഉറക്കനെ, ഇവിടെ വായിച്ചു ഉറക്കനെ. ഫസ്റ്റ് ഇൻ ആൽക്കോക്സൈഡ് വായിച്ചു. നെഗറ്റീവ് ചാർജ് ഈസ്
localized. In alkoxide ion, negative charge is localized. ഇനി ആ വേർഡ് ഒന്ന് ഉറപ്പിച്ച്. Localized. ഓക്സിജൻ അല്ലെ, ഓക്സിജൻ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ നെഗറ്റീവ് ചാർജ് ഇവിടെ മാത്രമേ ലൊക്കലൈസ് ചെയ്യുള്ളൂ, ലൊക്കേഷൻ അത് മാത്രമേ ഉള്ളൂ ഭാവത്തിന്. അതുകൊണ്ട് അതിന്റെ സ്റ്റെബിലിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോ ഈ എച്ചിനത് റിലീസ് ചെയ്യില്ല, അസിഡിറ്റി കുറയും. ഐഡിയ മനസ്സിലായി? അസിഡിറ്റി കുറയും. സെക്കൻഡ് പോയിന്റ് ഒന്ന് വായിച്ചു. ഡീലൊക്കലൈസ്. ഫിനോക്സൈഡ് ആയിട്ട് എന്ത് ചെയ്യും? ഡീലൊക്കലൈസ്. ഇനി ഇത് കിട്ടിയില്ലെങ്കിൽ പോലും ഇതിന്റെ ആൻസേഴ്സ് പറയുമ്പോൾ ഞാൻ ഒറ്റ വേർഡ് പഠിക്കുള്ളൂ. റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഓഫ് ഫിനോക്സൈഡ് ആൻഡ് സോ ഇറ്റ് ബിക്കം മോർ അസിഡിറ്റി. ഈ എല്ലാനുമായി റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഓഫ് ഫിനോക്സൈഡ് ആൻഡ് സോ ഇറ്റ് ബിക്കം മോർ അസിഡിറ്റി. മോർ അസിഡിറ്റി ഒറ്റ വേർഡിൽ കൊണ്ടുപോകാൻ പറ്റും. ഇത് ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് ആണ്, കറക്റ്റ് ഓർഡറിലാക്കി തന്നേക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ആ വേർഡ് കൊണ്ടുപോകുള്ളൂ. എന്താണ് പെട്ടെന്ന് ഓർമ്മ വരാൻ വേണ്ടിയിട്ട്. എന്തായിരുന്നു? റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഓഫ് ഫിനോക്സൈഡ് അയോൺ ദെയർഫോർ ഫിനോൾ ഈസ് മോർ അസിഡിറ്റി. അതാണ് കുറച്ചും കൂടി പെട്ടെന്ന് വേർഡ് നമുക്ക് ഓർത്ത് വെക്കാൻ. ഇപ്പൊ ഈ വേർഡ് ഇത് ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വേർഡ് എഴുതി വെച്ചാലും മതി. കിട്ടിയില്ലെങ്കിൽ കേട്ടോ ഓർത്ത് വെക്കാം. എങ്ങനെയായിരുന്നു? റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഓഫ് ഫിനോക്സൈഡ് അയോൺ. കേട്ടോ ഓർത്ത് വെക്കാം. നെക്സ്റ്റ് അടുത്തതാണ് ഇലക്ട്രോൺ വിഡ്രോയിങ്ങും ഇലക്ട്രോൺ ഡൊണേറ്റിംഗിന്റെയും പോയിന്റ് എഴുതുന്നത്. നെക്സ്റ്റ് ഇതിന്റെ താഴെ അടുത്ത പോയിന്റ് ആയിട്ട് എഴുതി വെക്കാം. ഇത് എഴുതി വരക്കണം കേട്ടോ, ഇത് വരക്കണം കേട്ടോ, ഇത് വരക്കണം കേട്ടോ, ഇത് വരച്ച്. ഇതിന്റെ താഴെ ഫിനോക്സൈഡ് അയോൺ. ഇത് എന്തായിരുന്നു? ആൽക്കോക്സൈഡ് അയോൺ. ഫിനോക്സൈഡ് അയോൺ, ആൽക്കോക്സൈഡ് അയോൺ രണ്ടും എഴുതണം കേട്ടോ. കഴിഞ്ഞല്ലേ എല്ലാവരും? എഴുതിയില്ലേ? അടുത്ത പോയിന്റ് എഴുതി വെക്കാം. നെക്സ്റ്റ് ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ്. ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് ഹൈഫൻ ഇട്ടാൽ മതി കേട്ടോ. ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ്, ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് ഹൈഫൻ ഇടാ. അവിടെ എഴുതി വെക്കുക ആർ ഗ്രൂപ്പ്. ആർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? CH3 ഗ്രൂപ്പ്, C2H5 അതിനൊക്കെയാണ് ആർ ഗ്രൂപ്പ് എന്ന് പറയാം കേട്ടോ. ആൽക്കൈൽ ഗ്രൂപ്പ് നമ്മൾ നേരത്തെ എഴുതിയാണ്. ഒപ്പം തന്നെ മെത്തോക്സി ഗ്രൂപ്പ് അല്ലെങ്കിൽ OR. OR എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് ഈതർ ഗ്രൂപ്പ് കേട്ടോ. OR അല്ലെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ OCH3 ഇങ്ങനെ ഗ്രൂപ്പ് കേട്ടോ. ഓക്കെ, ഇതാണ് ഈ രണ്ടെണ്ണം ആക്ച്വലി വരുന്നത്. അപ്പോൾ ഒരെണ്ണം എന്താ? ആർ ഗ്രൂപ്പ്, ആൽക്കൈൽ ഗ്രൂപ്പ്. ആർ ഗ്രൂപ്പ് എന്താ വിളിക്കാം? ആൽക്കൈൽ ഗ്രൂപ്പ്. രണ്ടാമത്തെ എന്താ? ഈതർ ഗ്രൂപ്പ് കേട്ടോ. ഇതാണ് ഈതർ. ഈ ഗ്രൂപ്പുകൾ വന്നു കഴിഞ്ഞാൽ അസിഡിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും കേട്ടോ. ഇലക്ട്രോൺ ബ്രാക്കറ്റിൽ എഴുതി വെക്കാം. ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ്, ആൽക്കൈൽ ഗ്രൂപ്പ് ആൻഡ് OCH3 അല്ലെങ്കിൽ OR ഗ്രൂപ്പ്. എന്നിട്ട് ബ്രാക്കറ്റിൽ അസിഡിറ്റി ഡിക്രീസസ്, അസിഡിറ്റി ഡിക്രീസസ്, അസിഡിറ്റി ഡിക്രീസസ്. അടുത്ത ലൈനില് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, അസിഡിറ്റി ഡിക്രീസസ്. ആദ്യത്തെ അസിഡിറ്റി ഡിക്രീസസ് കേട്ടോ, ഓർത്ത് വെക്കാം. ഇനി അടുത്തത് ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് ഏതൊക്കെയാണ് കണ്ടു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. ഏതൊക്കെയായിരിക്കും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുന്നത്? NO2 കേട്ടോ, ഓർത്ത് വെക്കാം. നൈട്രോ ഗ്രൂപ്പ് NO2. ദെൻ എക്സ് ഗ്രൂപ്പ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാലജൻ കേട്ടോ. NO2 എക്സ്. ദെൻ ആൽഡിഹൈഡ്, ഈ C ഡബിൾ ബോണ്ടോ H എന്നൊക്കെ വരുന്നത് ആൽഡിഹൈഡ് ഗ്രൂപ്പ്. C ഡബിൾ ബോണ്ടോ H. ആൽഡിഹൈഡ് C ഡബിൾ ബോണ്ടോ H ആൽഡിഹൈഡ്. ഇവരൊക്കെ വന്ന സമയത്ത് കുറെ ഉണ്ട്. പിന്നീട് നമുക്ക് എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓർത്തോ. ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഓർത്തോ നൈട്രോഫിനോൾ ആൻഡ് പാരാ നൈട്രോഫിനോൾ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ അതില്
കമ്പാരിസൺ ആയിട്ട് വരുന്ന മെയിൻ ക്വസ്റ്റ്യൻസിന് ഒരു എക്സാമ്പിൾ അങ്ങ് എഴുതി വെച്ചാൽ മതി. ആ എക്സാമ്പിൾ വെച്ചിട്ട് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഓർത്ത് വെക്കാം. ഫിനോൾ ഇങ്ങനെ ആദ്യം പഠിക്കുക കേട്ടോ. ഇത് ഫിനോൾ ആണ്. ഈ ഫിനോളില് ഇതെന്തായിരിക്കും? 2-methyl phenol. ഇതെന്തായിരിക്കും? 2-nitrophenol which is more acidic and why? അങ്ങനെ ചോദിക്കും. ഏതായിരിക്കും? നൈട്രോഫിനോൾ. അപ്പൊ അസിഡിറ്റിയുടെ ഓർഡർ പറയുമ്പോൾ ഇതാണ്. എന്തുകൊണ്ട് ഇതിനേക്കാളും ഡിക്രീസ് ചെയ്തേ? ഈ CH3 ഗ്രൂപ്പ് എന്താ? ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ്. ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് വന്ന അസിഡിറ്റി എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇത് പറയുമെങ്കിൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കമ്പയർ ചെയ്ത് ചോദിക്കും. അപ്പൊ നമുക്ക് കിട്ടണം കേട്ടോ. ഓർത്ത് നോക്കാം. അസിഡിറ്റി ഓർഡർ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് അങ്ങ് എഴുതി വെച്ചാൽ കേട്ടോ. ഓർത്ത് നോക്കാം. ഈ സ്റ്റേറ്റ്മെന്റ് എഴുതി. സ്റ്റേറ്റ്മെന്റ് ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. എങ്ങനെ അപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നെക്സ്റ്റ് ഹെഡിങ് ഇത് എഴുതി കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് എസ്റ്ററിഫിക്കേഷൻ. എല്ലാവരും എഴുതട്ടോ. ഇത് എഴുതി കഴിഞ്ഞല്ലേ എല്ലാവരും? ഇത് കഴിഞ്ഞിട്ട് എസ്റ്ററിഫിക്കേഷൻ. EST കെമിക്കൽ പ്രോപ്പർട്ടിയിലെ സെക്കൻഡ് ഹെഡിങ്. ഫസ്റ്റ് ഹെഡിങ് എന്തായിരുന്നു? അസിഡിറ്റി ഓഫ് ആൽക്കഹോൾ ആൻഡ് ഫിനോൾ അല്ലെ? അതിന്റെ അണ്ടറിൽ സബ് ഹെഡിങ് എല്ലാം കഴിഞ്ഞു. അത് ആ ടോപ്പിക് കഴിഞ്ഞു. ഇനി കെമിക്കൽ പ്രോപ്പർട്ടിയിലെ സെക്കൻഡ് മെയിൻ ഹെഡിങ് ആണ് എസ്റ്ററിഫിക്കേഷൻ. ESTERIFICATION. എസ്റ്ററിഫിക്കേഷൻ. എസ്റ്റർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കാർബണൈസ് കോമ്പൗണ്ട് പഠിച്ചു അല്ലെ? എന്തായിരുന്നു? RCOOR ഡാഷ് അല്ലെ? കെമിസ്ട്രിയില് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിയാക്ഷനിൽ ഒന്നാണ് എസ്റ്ററിഫിക്കേഷൻ. എന്താണ് കിട്ടുക നമുക്ക് അതിന്റെ ബൈ പ്രൊഡക്റ്റ്? ഫ്രൂട്ടി സ്മെൽ സബ്സ്റ്റൻസ്. എന്താ കിട്ടുന്നത്? ഫ്രൂട്ടി സ്മെൽ. ഇപ്പോ നിങ്ങൾക്ക് കാണുന്ന ഈ ഫ്രൂട്ട്സിന്റെ എല്ലാ സ്മെല്ലും എന്താണ്? എസ്റ്റർ ആണ്. ഏത്? മാംഗോ അല്ലെ? ഓർത്ത് നോക്കുക. ആപ്പി ഫിസ് ഒരു കമ്പനി ഉണ്ട്. എന്ത് സ്മെല്ലായിരുന്നു അതിന്? ആപ്പി. അയ്യോ ഇപ്പൊ കുടിച്ചിട്ടില്ല നിങ്ങൾ? സോഫ്റ്റ് ഡ്രിങ്ക്സ് നല്ല കുട്ടികളാണ്, ആരും കഴിച്ചിട്ടില്ല അല്ലെ? ഓർത്ത് നോക്കുക. ആപ്പി ഫിസ് എന്ന് പറഞ്ഞാൽ ആപ്പിളിന്റെ സ്മെല്ലുള്ള ഒരു ഫ്രൂട്ട് അല്ലെ? അങ്ങനത്തെ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ആണ്. ഓക്കെ. അതില് ആപ്പിളിന്റെ എക്സ്ട്രാക്ട് ആണോ ഉപയോഗിക്കുന്നത്? അല്ല, എസ്റ്റർ ആണ്. അപ്പൊ അതിന് ഈക്വലന്റ് ആയിട്ട് വന്നേക്കുന്നതാണ് കൊക്കോകോള. കേട്ടല്ലേ? അത് എന്താണ്? ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എസ്റ്റർ ആണ് ആക്ച്വലി. അത് ഉണ്ടാക്കിയേക്കുന്ന ആൾക്ക് അതിന്റെ പേറ്റന്റ് കിട്ടി, അത് ക്ലിയർ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്തു കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനേക്കാളും നല്ലൊരു എസ്റ്റർ കണ്ടെത്തി അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അത് ഹെൽത്തിന് ഒരു കുഴപ്പമില്ലെങ്കിൽ അല്ലെ കൊക്കോള പാവം മാറിപ്പോകും കേട്ടോ. ഓർത്ത് വെക്കാം. അപ്പോ അതൊരു എസ്റ്റർ ആണ്. ആ എസ്റ്റർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ആൽക്കഹോൾ പ്ലസ് കാർബോക്സിലിക് ആസിഡ്. അങ്ങനെ വരുമ്പോഴാണ് ആ കാർബൺ ചെയിൻ അനുസരിച്ച് ബ്യൂട്രേറ്റ് എന്നൊക്കെ പറഞ്ഞ പൈനാപ്പിൾ ഇല്ലേ, അതൊക്കെ 4 കാർബൺ വരുന്ന കോമ്പൗണ്ടിനാണ്. പൈനാപ്പിളിന്റെ സ്മെല്ലില്ലേ, അതൊക്കെ കിട്ടാൻ വേണ്ടി. അപ്പൊ ആ എസ്റ്റർ ഉണ്ടാക്കുന്നതാണ്. അതിന്റെ ഡെഫിനേഷൻ ഇത്രയേ ഉള്ളൂ. ആൽക്കഹോൾ റിയാക്ട് വിത്ത് കാർബോക്സിലിക് ആസിഡ് ഓർ ഫിനോൾ ടു ഫോം എന്ത് വരും? എസ്റ്റർ. എന്നിട്ട് അതിന്റെ ഇക്വേഷൻ എഴുതാം. പക്ഷേ ഇവിടുത്തെ ചലഞ്ച് അതല്ല. ഇതിൽ നിന്നാണ് നിങ്ങൾക്ക് ആസ്പിരിൻ എന്ന് പറയുന്ന, ആസ്പിരിൻ കേട്ടല്ലേ? ടാബ്ലറ്റ്. ആസ്പിരിൻ ടാബ്ലറ്റ് എന്തിനാ ഉപയോഗിക്കുന്നത്? ആസ്പിരിൻ എന്താ? പെയിൻ റിലീഫ് ഉണ്ട് അല്ലെ? പുറത്തു നോക്കാം. പിന്നെന്താണ്? ബ്ലഡിന്റെ കോയാഗുലേഷന്റെ ഇത് എന്ത് ചെയ്യും? കുറയുന്നുണ്ട്, അതുകൊണ്ട് ഉപയോഗിക്കും. ആ ആസ്പിരിന്റെ പ്രിപ്പറേഷനും ഉണ്ട് ഇതിനകത്ത് കേട്ടോ. പുറത്തു നോക്കാം. എസ്റ്റർ ആണത്. 3 എഴുതി വെച്ചു. ജനറൽ ഡെഫിനിഷൻ. ആൽക്കഹോൾ ആൻഡ് ഫിനോൾ react with carboxylic acid. Alcohols and phenol react with carboxylic acid. Bracket or acid anhydride.
ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ടു ഫോം എസ്റ്റർ, ആൽക്കഹോൾ ആൻഡ് ഫിനോൾ റിയാക്ട് വിത്ത് കാർബോക്സിലിക് ആസിഡ് ബ്രാക്കറ്റില് ഓർ എന്താണ് ആസിഡ് അൺഹൈഡ്രേറ്റ് ടു ഫോം എസ്റ്റർ. ടു ഫോം എസ്റ്റർ. ഓക്കെ, അപ്പൊ എസ്റ്ററിന്റെ ജനറൽ ഡെഫിനിഷനും ജനറൽ ഇക്വേഷനും ഒരെണ്ണം എഴുതാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ആസ്പിരിന്റെ ഒരു പ്രിപ്പറേഷൻ ഇതിന്റെ അണ്ടറിൽ വരുന്ന സബ് ഹെഡിങ് ആയിട്ടുണ്ട് ഇതേ പാറ്റേണില്. RCOOH കാർബോക്സിലിക് ആസിഡ് ആണ്, പ്ലസ് R-OH. R- എന്ന് പറഞ്ഞ ഈ ആറും ഈ ആറും ഒന്നല്ല, ഒരു ഡിഫറെന്റ് ആക്കി കൊടുത്തു എന്നുള്ളൂ. ഇത് രണ്ടും ആറും ഒരേപോലെ ആവാം, ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ ഇതൊരു ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ആണ്. H+ കൊടുക്കുക, അസിഡിക് ആയിട്ടുള്ള ഒരു പ്രസൻസ് വേണം. അങ്ങനെ വരുന്ന സമയത്ത് ഈ H ഉണ്ടല്ലോ, ഈ H മാറി ഇവിടെ ഒരു R- വരും. അപ്പൊ എങ്ങനെ വരും? RCOOR പ്ലസ് H2O. H2 എങ്ങനെ വന്നേ? ഇവിടുത്തെ ഒരു OH-ഉം ഇവിടുത്തെ H അണ്ടർലൈൻ ചെയ്യുന്ന OH-ഉം H-ഉം കൂടി ചേർന്ന് H2O. ഇത് ഫോർവേഡ് ഉണ്ട്, ബാക്ക്വേർഡ് ഉണ്ട്. അങ്ങനെയുള്ള എന്താ വിളിച്ചത്? നമ്മള് ചാപ്റ്ററിന്റെ പേരൊക്കെ പറഞ്ഞതാണ് ഇക്വിലിബ്രിയം അല്ലെ? ഇക്വിലിബ്രിയത്തില് പറഞ്ഞേക്കുന്ന ഒരു ഏരിയ ആണ് ഫോർവേഡും ബാക്ക്വേർഡും. വേഗം എഴുതി വെച്ചു. Carboxylic acid react with alcohol to form corresponding ester plus water. Corresponding ester plus water. The next, ഇതിന്റെ അണ്ടറിൽ വരുന്ന ഇക്വേഷൻ ആണ് പ്രിപ്പറേഷൻ ഓഫ് ആസ്പിരിൻ എന്ന് പറയുന്നത് കേട്ടോ. എഴുതി വെക്കും, പ്രിപ്പറേഷൻ ഓഫ് ആസ്പിരിൻ. ASPIRIN, preparation of aspirin. ഇല്ല, ഇതിന്റെ അണ്ടറിലാണ്, എസ്ട്രിഫിക്കേഷൻ അണ്ടറിൽ വരുന്നതാണ്. എന്ന് പറഞ്ഞാൽ ആസ്പിരിന്റെ പ്രിപ്പറേഷൻ ഒരു എസ്ട്രിഫിക്കേഷൻ ആണ്. ഇടയെ മനസ്സിലായോ? കുറെ എസ്ട്രിഫിക്കേഷൻ ഉണ്ട്. അതിലൊരു എക്സാമ്പിൾ ആയിട്ട് ആസ്പിരിൻ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രിപ്പറേഷൻ ഓഫ് ആസ്പിരിൻ എന്ന് പറയാണ്. ആസ്പിരിന്റെ പ്രിപ്പറേഷനില് ഇതിനെ വിളിക്കുന്ന പേര് സാലിസിലിക് ആസിഡ് ആണ്. ഇതൊരു റൈമർ ടൈമർ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഈ COH ഇവിടെ എഴുതിയിട്ട് ഈ OH ഇവിടെ എഴുതാം, അങ്ങനെ ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഓർത്ത് നോക്കാം, ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത് ഈ OH ഇവിടെ ഇട്ട് ഇവിടെ COH ഉണ്ട്, അങ്ങനെ മാറണോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓർത്ത് നോക്കുക, കാരണം എന്താ, റിലേറ്റീവ്ലി സെയിം പൊസിഷൻ ആണ് എന്നുള്ളതാണ്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ കിടക്കുന്നുണ്ട്, അങ്ങനെ തന്നെ മാറ്റിയേക്കാം. ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. ഈ COH എവിടെ വേണമെങ്കിലും കൊടുക്കാം. കാരണം അങ്ങനെ പറയാൻ കാരണം ഇതിനു മുമ്പ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കണ്ട വഴി തന്നെ ആ പിള്ളേര് പറഞ്ഞു ഇതേ പുതിയൊരു സാധനമാണ്, മനസ്സിലായി? ഇത് ഇവിടുന്ന് ഇപ്പുറത്തിട്ട് കഴിഞ്ഞാലൊക്കെ അങ്ങനെയൊക്കെ തരും ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ OH കേട്ടോ, ഓർത്ത് നോക്കതേ ഇവിടെയാണ് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത് എന്ന് കരുതിയിട്ട് ഇതിങ്ങനെ ആവണമെന്നില്ല. റിലേറ്റീവ് നിയർ ബൈ പൊസിഷൻ. ഈ OH ഇവിടെ വരാൻ പാടില്ല, തൊട്ടടുത്ത് തന്നെ കേട്ടോ. ഓർത്ത് നോക്കാം. ഇതിന്റെ IUPAC നെയിം എന്താ? 2-hydroxy benzoic acid. ഇത് ഫസ്റ്റ് നമ്പർ എന്താ? ഇത് 1, ഇത് 2. അപ്പൊ 2-hydroxy benzoic acid. ഇതിന്റെ കോമൺ നെയിം ആണ് എല്ലായിടത്തും ഉപയോഗിക്കുന്നത്, സാലിസിലിക് ആസിഡ്. IUPAC അറിയണം, രണ്ടും അറിയണം. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ തന്നു എന്ന് കരുതിയിട്ട് എക്സാമിന് ഇതുപോലെ തന്നെ തന്നെന്നില്ല. ഈ COH ഇടാം, ഈ OH ഇവിടെ ഇടാം. ഇനി തിരിച്ച് OH ഇവിടെയും COH ഇപ്പുറത്തും നിയർ ബൈ പൊസിഷൻ വരണം, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ദെൻ ഇതിലേക്ക് അസറ്റൈൽ അൺഹൈഡ്രൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആഡ് ചെയ്യും. CH3CO ടോയ്സ് O. ഇങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്. നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഈ കോമ്പൗണ്ട് സ്ട്രക്ചർ ഒന്ന് വരച്ചേക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ഇത് ഇത്രയാണ് കിടക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് ഇതിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. CH3. ഇപ്പൊ നിങ്ങൾക്ക് ഇത് എങ്ങനെ ഉണ്ടായി എന്നൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് വരക്കണേ. ഈ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ ഞാൻ വരച്ചു എന്നുള്ളൂ, ഇതിന് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓർത്ത് നോക്കാം. ഇങ്ങനെ വന്ന സമയത്ത് ഇവിടെ നടക്കുന്ന ക്ലീവേജ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇവിടെ നോക്കിയേ, ഈ അണ്ടർലൈൻ ചെയ്യുന്ന H ശ്രദ്ധിച്ചോ, ഈ അണ്ടർലൈൻ ചെയ്യുന്ന H ഇതെന്ത് ചെയ്യുന്നു പറഞ്ഞത് ഇവിടെ ബ്രേക്ക് ചെയ്യാന്ന് പറയുന്നത് ക്ലീവേജ്. ഈ കോമ്പൗണ്ട് ആണിത്. ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് ഈ H ബ്ലാക്കിലുള്ള H ഇവിടെ വരും. അപ്പൊ എന്ത് കിട്ടും ഒന്ന് പറഞ്ഞേ?
ഇവിടെ വന്ന CH3COOH. ശരിയല്ലേ? അതാണ് ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഞാൻ അത് ആദ്യം എഴുതാം കേട്ടോ, ഓർത്ത് നോക്കുക. എന്താ കിട്ടുന്നത്? CH3COOH. ഇതെങ്ങനെ കിട്ടി? ഈ കോമ്പൗണ്ടില് ഇങ്ങനെ ബ്രേക്ക് ചെയ്യും, എന്നിട്ട് ഈ എച്ച് ഇതിലേക്ക് വരും. അപ്പൊ ഇവിടെ ബാക്കി എന്തുണ്ട്? റിമൈനിങ് O അല്ലേ ഉള്ളൂ. റിമൈനിങ് O അല്ലേ? ഈ കോമ്പൗണ്ടൊക്കെ അതുപോലെ തന്നെയൊക്കെയാണ്. ഇവിടെ O ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ പോയി. ബാക്കി എന്തുണ്ട്? COCH3. അത് ദേ ഇവിടെ വരും. അത്രേ ഉള്ളൂ. അപ്പൊ എച്ചിന്റെ പ്ലേസിൽ ഇനി ആര് വരും? COCH3 കേട്ടോ, ഓർത്തു നോക്കുക. അതെ, കണ്ടോ, ഓർത്തു നോക്കാം. ഇതാണ് ആൻസർ. ഇയാളുടെ പേരാണ് ആസ്പിരിൻ. ഇതാണ് ആസ്പിരിൻ. ഇതാണ് എന്താ? സാലിസിലിക് ആസിഡ്. അപ്പൊ സാലിസിലിക് ആസിഡ് റിയാക്ട് വിത്ത് എന്താണ്? അസറ്റൈൽ അൺഹൈഡ്രേറ്റ് ടു ഫോം ആസ്പിരിൻ കേട്ടോ. ഇത് വേഗം വരച്ചു. എന്നിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഒന്ന് എഴുതി വെക്കാം. അത് ആദ്യം ഇതിന്റെ വേർഡിംഗ് ഒക്കെ എഴുതി വെക്കാം കേട്ടോ. അപ്പോ ഈ കോമ്പൗണ്ട് തന്നെയാണ് ഇത്. ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് വന്നേക്കുന്നത്. എടുത്ത് വരക്കണം കേട്ടോ എല്ലാവരും. പ്ലസ് ആണ് കേട്ടോ, പ്ലസ്. അസറ്റൈൽ അൺഹൈഡ്രേറ്റ്. സാലിസിലിക് ആസിഡ് റിയാക്ട് വിത്ത് കേട്ടോ. സാലിസിലിക് ആസിഡ് എന്ന് എഴുതണം കേട്ടോ. സാലിസിലിക് ആസിഡ് SALICYLIC. സ്പെല്ലിംഗ് പറയാം കേട്ടോ. സാലിസിലിക് ആസിഡ് SALICYLIC. സാലിസിലിക് ആസിഡ്. ഇത് കേട്ടോ, സാലിസിലിക് ആസിഡ്. ഐയുപാക് നെയിം എന്താ? 2-hydroxy benzoic acid. അതൊന്നും എഴുതി വെച്ചോ. 2-hydroxy benzoic acid. ഐയുപാക് നെയിം. സാലിസിലിക് ആസിഡ് കോമൺ നെയിം ആണ്. ഐയുപാക് നെയിം 2-hydroxy benzoic acid. അസറ്റൈൽ അൺഹൈഡ്രേറ്റ്. അസറ്റൈൽ അൺഹൈഡ്രേറ്റ്. അൺഹൈഡ്രേറ്റ്. ANHYDRID. അസറ്റൈൽ അൺഹൈഡ്രേറ്റ്. ഇതെന്തായിരിക്കും? അതിന്റെ പേര് എഴുതണം കേട്ടോ. എന്തായിരിക്കും ആ കോമ്പൗണ്ട് പേര്? ആസ്പിരിൻ കേട്ടോ, ആസ്പിരിൻ. അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്നാണ് അതിന്റെ കോമൺ നെയിം കേട്ടോ. അതിനെ ഒരുമിച്ച് വിളിക്കുന്ന പേര് ആസ്പിരിൻ. ആസ്പിരിൻ എന്ന് എഴുതിയാൽ മതി കേട്ടോ, ഓർത്ത് നോക്കാം. മറ്റേ പേര് ചോദിക്കാറില്ല. ആസ്പിരിൻ. ഐയുപാക് നെയിം നിങ്ങൾക്ക് വേണ്ടത് കേട്ടോ. വലിയ കോമ്പൗണ്ട് വരും, വേണ്ടത് വേണ്ട കേട്ടോ, ഓർത്ത് നോക്കാം. എസ്റ്റർ വെച്ചിട്ടാണ് ആക്ച്വലി വരുന്നത്. പിന്നെ ഇവിടെയും വരെ നിൽക്കട്ടെ കേട്ടോ, പോർഷൻ ഇവിടെയും വരെ നിൽക്കട്ടെ. ഇനിയുണ്ട് നമുക്ക് ഓക്സിഡേഷൻ ഒക്കെ ഉണ്ട്, ഡീഹൈഡ്രേഷൻ ഉണ്ട്, കുറച്ച് ഏരിയ ഉണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങളൊന്നും ഓർഡറിൽ പറയിപ്പിച്ചിട്ട് വിടുള്ളൂ. എന്തൊക്കെയായിരുന്നു നമ്മൾ എടുത്തത്? ഫസ്റ്റ് എന്തായിരുന്നു? ഫിസിക്കൽ പ്രോപ്പർട്ടി. ഫിസിക്കൽ പ്രോപ്പർട്ടിയില് ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് പഠിച്ച സമയത്ത് ആദ്യം നമ്മൾ വേർഡിൽ എഴുതുകയാണ് ചെയ്തത്. വേർഡിൽ എഴുതിയ ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? സമ്മറി ആയിട്ട് പറഞ്ഞോ. എന്തായിരുന്നു? കാർബൺ ചെയിൻ ഇൻക്രീസസ്, ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ്. അങ്ങനെ ഓർത്താൻ വെച്ചാൽ. നെക്സ്റ്റ് എന്താ? ബ്രാഞ്ച് ഇൻക്രീസസ്, ബോയിലിംഗ് പോയിന്റ് ഡിക്രീസസ്. അല്ലെ, ഓർത്ത് വെക്കാം. നെക്സ്റ്റ് തേർഡ് എന്ന സമയത്ത് എന്തായിരുന്നു നമ്മൾ എന്നെ ചെയ്തത്? ഒരു പോയിന്റ് കൂടി എഴുതി വെച്ചു. ആൽക്കഹോളിന്റെ ഹയർ ബോയിലിംഗ് പോയിന്റ് ആണ്. ദിസ് ഇസ് ഡ്യൂ ടു ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. അവിടെ എത്തി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കമ്പാരിസൺ ചാർട്ട് എഴുതി. ആ കമ്പാരിസൺ ചാർട്ടിന്റെ ഓർഡർ ഞാനിപ്പോ ചോദിക്കും, എന്നിട്ടേ വിടുള്ളൂ. ആദ്യത്തെ പോയിന്റ് കേട്ടോ. അത്രയും വരെ ഉള്ളത് കണ്ടോ. നിങ്ങൾക്ക് എളുപ്പമുള്ളതൊന്നും അല്ലെ, ഈസി ആയിട്ടുള്ള കാര്യങ്ങള് അല്ലെ ആണ്. ആദ്യത്തെ എത്ര ഉണ്ട്? ഏറ്റവും ഹൈയസ്റ്റ് ആരായിരുന്നു? കാർബോസ്. സെക്കൻഡ് ഹൈയസ്റ്റ്, തേർഡ്, ഫോർത്ത് കീറ്റോൺ, ഫിഫ്ത്ത്, സിക്സ്ത് ഹാലോ ആൽക്കീൻ. ഹാലോ ആൽക്കീൻ കഴിഞ്ഞിട്ട് ഈതർ കഴിഞ്ഞിട്ട് ഹൈഡ്രോ കാർബൺ. ആ ഒരു ഓർഡർ പഠിച്ചു കഴിഞ്ഞാൽ അതാണ്. അപ്പോൾ ഇതെന്തായാലും പറയേണ്ടി വരും.
കേട്ടോ. റാൻഡായിട്ട് 3 ഒക്കെ വെച്ച് ഞാൻ ചോദിക്കാം. ദെൻ നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് എന്തെടുത്തു? സോലുബിലിറ്റി. സോലുബിലിറ്റിയിൽ എന്തായിരുന്നു അല്ലെ? ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഇറ്റ് ക്യാൻ സോലുബിൾ ഇൻ വാട്ടർ അല്ലെ? ആൽക്കഹോൾ സോലുബിൾ ഇൻ വാട്ടർ ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ടിങ്. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ കെമിക്കൽ പ്രോപ്പർട്ടിയിൽ ഫസ്റ്റ് പോയിന്റ് അസിഡിറ്റി. അസിഡിറ്റി റീസൺ എന്തായിരുന്നു? ആൽക്കഹോൾ ആൻഡ് ഫിനോൾ റിയാക്ട് വിത്ത് അല്ലെ ആക്റ്റീവ് മെറ്റൽ സോഡിയം ടു ഫോം കറസ്പോണ്ടിങ് സോൾട്ട് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. ഉണ്ടോ? ഓർത്ത് നോക്കാം. അത് പ്രൂവൻ ചെയ്യുന്ന 3 ഇക്വേഷൻ എഴുതി. ആ 3 ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണത്. ആ 3 ക്വസ്റ്റ്യൻ ഇല്ലേ, അത് മാത്രമേ തന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊന്നും തന്നിട്ടില്ല കേട്ടോ. ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിലെ റിലേറ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഓർത്ത് നോക്കാം. ഈ ചാപ്റ്റർ ഡയറക്റ്റ് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ബാക്കി ചാപ്റ്ററുകളിലൊക്കെ കൺവേർഷൻ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് എടുത്ത് എന്താണ്? അസിഡിറ്റിയിൽ തന്നെ ഒരു കമ്പാരിസൺ ഉണ്ടായിരുന്നല്ലോ. ഏറ്റവും മോർ അസിഡിക് ആരായിരുന്നു? പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. ദെൻ റീസൺ എന്തായിരുന്നു? ആർ ഗ്രൂപ്പ് ഈസ് ഡാഷ് ഗ്രൂപ്പ്, ഇലക്ട്രോൺ റിലീസിങ് അല്ലെങ്കിൽ ഡൊണേറ്റിംഗ് അല്ലെ? ഓർത്ത് നോക്കാം. അത് ഓർത്ത് നോക്കാം. അതുകൊണ്ടാണ് അസിഡിറ്റി വരുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്തായിരുന്നു? ആൽക്കഹോൾ ആൻഡ് ഫിനോൾ വിച്ച് ഈസ് മോർ അസിഡിക് ആൻഡ് വൈ? ഫിനോൾ. വൈ? ഫിനോക്സൈഡ് അയൺ മോർ റെസൊണൻസ് സ്റ്റെബിലൈസ് ആസ് കമ്പയർഡ് ടു ദി ആൽക്കോക്സൈഡ് അയൺ. ഒറ്റ വേർഡ് ഓർത്ത് വെച്ചാൽ മതി. Then OH group directly attached to sp2 hybridized carbon atom. കേട്ടോ? ഓർത്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആൻഡ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വെച്ച് വിഡ്രോയിങ് വന്ന അസിഡിറ്റി ഡിക്രീസ് ഓർ ഇൻക്രീസ് ഓർ ഡിക്രീസ്? വിഡ്രോയിങ് വന്ന ഇൻക്രീസ് ചെയ്യും. വെരി ഗുഡ്. കണ്ടോ? അങ്ങനെ ചോദിച്ചാൽ കിട്ടും. അതാണ് വരുന്നത്. ഓക്കെ, ഇതുപോലെ പഠിച്ചു വെച്ചാൽ ഓക്കെ. ഇയാൾക്ക് എക്സാം ഉണ്ട്. ദെൻ നെക്സ്റ്റ് അടുത്ത ടോപ്പിക് എസ്ട്രിഫിക്കേഷൻ. എസ്ട്രിഫിക്കേഷനിലെ ആസ്പിരിൻ എന്തായിരുന്നു? എസ്ട്രിഫിക്കേഷൻ ഇപ്പൊ എടുത്ത് ആസ്പിരിൻ dash plus dash gives aspirin plus acid anhydride to form aspirin. അത് ആദ്യം പഠിച്ചിട്ട് മാത്രം വരക്കാൻ പഠിക്കുക. അസറ്റൈൽ ആൻഹൈഡ്രൈഡ് കേട്ടോ. ഓർത്ത് നോക്കാം. ടു ഫോം ആസ്പിരിൻ അങ്ങനെ ആദ്യം പഠിക്കുക, എന്നിട്ട് വരാം കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഇന്ന് ഒരു കുഞ്ഞു പോയിന്റ് ആണ്, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത പോയിന്റ്. അത് ചോദിച്ചിട്ടേ വിടുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. ഈ ജൂലിയൻ അവിടെ കൈയൊക്കെ ഉയർത്തുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ചോദിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ. ദെൻ മിഷേൽ പറഞ്ഞു ഓർഡർ മിഷേൽ പഠിച്ചു കഴിഞ്ഞാണ് പറഞ്ഞു. ഫസ്റ്റ് കാർബോക്സിലിക് ആസിഡ്, ലാസ്റ്റ് കേട്ടോ ഹൈഡ്രോ കാർബൺ ഉണ്ടോ? പുറത്ത് നോക്കാം. അപ്പൊ എല്ലാം കറക്റ്റ് ഓർഡറിൽ പറഞ്ഞു. ക്ലാപ്പ് കൊടുത്ത മിഷൻ കണ്ടോ? സൂപ്പർ ആയിട്ട് പറഞ്ഞു. ദെൻ കേട്ടോ എല്ലാവരും ചോദിക്കണ്ടോ? ഇവിടെ വാശി എന്നോട് ചോദിച്ചില്ലെന്ന് കണ്ടോ? പറയണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു ഓർഡർ. ഇത് ഹൈഡ്രോ കാർബൺ ഓർത്ത് നോക്കാം. ഞാൻ പറഞ്ഞു carboxylic acid, alcohol, amine, ketone, aldehyde, haloalkane, ether, hydrocarbons. കിട്ടുമല്ലോ. അടുത്ത ക്ലാസ്സുകളിലൊക്കെ കിട്ടണം കേട്ടോ. പുറത്തു നോക്കാം. ഇതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പറയിപ്പിച്ചതെന്ന് ഓർമ്മയുണ്ടോ നിങ്ങളെ? എല്ലാവരും കൊണ്ട് പറയിപ്പിച്ചതാണ് പ്രിപ്പറേഷൻ അല്ലെ? ആർക്ക് പറയാൻ പറ്റും? എനിക്ക് അതിന് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ടാവും. അത് എനിക്ക് ബാക്കി കാര്യങ്ങൾ ഇപ്പൊ പേരൊക്കെ പറഞ്ഞാൽ എനിക്ക് ഈ എടുക്കുന്ന ത്രെഡ് എനിക്ക് നല്ല ഓർമ്മയാണ്. അതിനു മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ പറയിപ്പിച്ചു കേട്ടോ. ഓർത്ത് നോക്കാം. ആരും വിഷമിക്കേണ്ട, ഇതെല്ലാം ഇങ്ങനെ പറയിപ്പിക്കും കേട്ടോ. ഓർത്ത് നോക്കാം. എന്തായിരുന്നു പ്രിപ്പറേഷൻ? ആർക്ക് പറയാൻ പറ്റും? വെരി ഗുഡ്. ആ പറഞ്ഞു. ഇതിനു മുമ്പത്തെ ക്ലാസ്സിൽ പറയിപ്പിച്ചായിരുന്നു. എന്ന് പറഞ്ഞാൽ ഡാഷ് റിയേജന്റ്. ഡാഷ് റിയേജന്റ് ഫ്രം ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഓക്കെ, ഗ്രിഗ്നാർഡ് റിയേജന്റ് 3 ഹെഡിങ്. ഇനി ഫിനോളിന്റെ പറഞ്ഞാൽ മതി. ഡാഷ് ടു ഡാഷ്. അതിന്റെ ഇടയിലുള്ള നേരത്തെ നിങ്ങൾ പറഞ്ഞപ്പോ വിട്ടുപോയി. അനലിൻ ടു ഫിനോൾ കേട്ടോ. അനലിൻ ടു ഫിനോൾ, ക്യൂമിൻ ടു ഫിനോൾ കിട്ടുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ റീക്യാപ്പ് ചെയ്യണം. ഓരോ ക്ലാസ്സുകളിലും പഠിക്കുന്ന ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചോ. ഞാൻ ഇത് മുഴുവനും പറയിപ്പിക്കാനല്ല പറയുന്നത്. ആ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓർമ്മ തന്നെ മനസ്സിലായി. അങ്ങനെയുള്ള ഓർമ്മ വെച്ച് വരുമ്പോൾ ഒരു ലിങ്ക് വരും. ആ ലിങ്കിലേക്ക് വീണ്ടും പഠിച്ചത് വീണ്ടും വീണ്ടും ഞാനും നിങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് ഫിൽഡായി വന്നു തുടങ്ങും കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെ എത്തുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഓൺ ത്രൂ കറക്റ്റ് ഒരു ഓർഡറിലേക്ക് വരും കേട്ടോ. ഓർത്ത് നോക്കാം. നിങ്ങൾക്ക് എക്സാം പറഞ്ഞിട്ടുണ്ട്. ആരും ചോദിച്ചോ? എന്നാ എക്സാം പറഞ്ഞേക്കുന്നത്? ജൂൺ 2. എത്ര ചാപ്റ്റർ വേണം?
ഓർത്ത് നോക്കാം. ഇപ്പൊ പുതിയതായിട്ട് വന്നേക്കുന്ന ആൾക്കാരെ പേടിക്കണ്ട കേട്ടോ, ഓർത്ത് നോക്കാം. അന്നുണ്ടായിരുന്ന ആൾക്കാർക്ക് നമുക്ക് ആ എക്സാം നടത്തിയില്ലെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമമാണ്. സൊല്യൂഷൻ വേണോ, ഹാലോലാക് എന്നിവ ഒരു ചാപ്റ്റർ എടുക്കുള്ളൂ. ഹാലോ ആൽക്കീൻ എത്ര പേർക്ക് വേണം? ഇനി പുതിയതായിട്ട് വന്നേക്കുന്ന ആൾക്കാർക്ക് വന്ന് അറ്റൻഡ് ചെയ്യാൻ വേണമെങ്കിൽ അപ്പൊ ഹാലോ ആൽക്കീൻ, മെജോറിറ്റി ഹാലോ ആൽക്കീൻ കേട്ടോ. അപ്പൊ അത് പഠിച്ചിട്ട് തന്നെ കേട്ടോ, ഒറ്റ ചാപ്റ്റർ ഉണ്ടാവുള്ളൂ കേട്ടോ, വിഷമിക്കേണ്ട. ഇത് കഴിയുമ്പോൾ നമുക്ക് സെറ്റ് ആക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വീക്കിൽ നമുക്ക് എന്തായാലും ഒരു സ്റ്റഡി സെക്ഷൻ ഉണ്ടാവും കേട്ടോ. ഓക്കെ, ആ സ്റ്റഡി സെക്ഷനിൽ നിങ്ങൾ എല്ലാവരും വരുന്നു. ഈ പുതിയതായിട്ട് വന്നേക്കുന്ന ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആ ടൈമുകളിൽ നമ്മൾ പാസ്റ്റ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ബുക്ക്ലെറ്റ് ഉണ്ടല്ലോ, അപ്പോഴേക്കും ആ ബുക്ക്ലെറ്റ് ഒക്കെ തരും എല്ലാവർക്കും. ആ ബുക്ക്ലെറ്റില് പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ് ഓർഡറിൽ കൊണ്ടുവരണം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് കൊണ്ടുവരണം കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഈ ക്ലാസ്സിൽ എത്ര പേര് കൊണ്ടുവന്നിട്ടുണ്ടോ ബുക്ക്ലെറ്റ്? ഒന്ന് എടുത്തേ. ഏതാ ആ ടൈം പറയാം, മെസ്സേജ് അയക്കാം കേട്ടോ കറക്റ്റ് ആയിട്ട്. ആ സൺഡേ ആയിരിക്കും, അത് ഇപ്പൊ പറയാനില്ല കേട്ടോ, ഓർത്ത് നോക്കാം. ഇപ്പൊ രണ്ടുപേരും കൂടി ചോദിച്ചിട്ട് മൈൻഡപ്പ് ചെയ്യാം. ഈ മോളിൽ മാത്രമേ ചോദിച്ചുള്ളൂ, ഇവിടെയും ചോദിച്ചു അവിടെ പറഞ്ഞു. ഈ ഓർഡർ ബോയിലും എന്റെ ഓർഡർ എന്നിട്ട് വിടാം, മൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സുകളിലൊക്കെ ചോദിച്ചോളാം എല്ലാവരും. ആദ്യം കാർബോക്സിലിക് ആസിഡ്, ആൽക്കഹോൾ, NH2. ഓക്കെ, റൈറ്റ്. കിട്ടുന്നുണ്ട്. അമീന അതിന് മുമ്പ് പറഞ്ഞ ആൽഡിഹൈഡ് കഴിഞ്ഞിട്ട് RX ആൽക്കൈൽ ഹാലൈഡ്, ഈതർ, ലാസ്റ്റ് എന്തായിരുന്നു? ഹൈഡ്രോകാർബൺ കേട്ടോ. ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലോ കേട്ടോ. വൈൻഡപ്പ് ചെയ്യാം, ഇറങ്ങിക്കോ കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരെ കേട്ടോ പറഞ്ഞിട്ട് പോയാൽ മതി. ബയാൻ ആ ഓർഡർ ഒന്ന് പറഞ്ഞു. ആ